അവസരങ്ങൾ നൽകുന്നു. കർത്താവിൻ്റെ ദാസനും ദാസിക്കും ദൈവം അവർക്ക് ദാനമായി കൊടുത്ത 3 കുഞ്ഞുങ്ങളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ. വിശേഷാൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവസഭയിലെ സജീവമായി പ്രവർത്തിക്കുന്ന ദൈവമക്കൾ, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുമക്കളുകൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കുന്നു. നിങ്ങൾ കേട്ടതുപോലെ എൻ്റെ പേര് വിനോദ് ജോർജ് എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ മൈലച്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. സഭാശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ വെള്ളറുടയിൽ മുള്ളലുവിള എന്ന് പറയുന്ന സ്ഥലത്തൊരു ചെറിയ കൂട്ടായ്മയും സഭയോടുള്ള ബന്ധത്തിലുമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് കഴിയുന്ന തരത്തിലുള്ളതായ സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വരുന്നു. കർത്താവ് ഇന്നുവരെയും നിർത്തിയിരിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമുക്കൊരുമിച്ചായിരിക്കാൻ ദൈവം തന്ന അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. മുഖവുരകൾ ഒത്തിരി ദീർഘിപ്പിക്കാതെ ഇന്ന് രാത്രിയിൽ അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യം ഒരാൾക്കൊന്ന് ശബ്ദമുയർത്തി വായിക്കാമല്ലോ. എഫെസ്യ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം. നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് നാം കേട്ടതുപോലെ സ്വതന്ത്രം ഈ ഉപവസ പ്രാർത്ഥന ഒരു ആത്മീയ ഉയർച്ചയ്ക്ക് കാരണമായി തീരുവാൻ, നമ്മിലുള്ള ദൈവശക്തി അത് പുറത്തു വരുവാൻ, നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതികളെല്ലാം ചെയ്തെടുപ്പാൻ ആവശ്യമായ ദൈവകൃപ ഇന്ന് ഈ രാത്രിയിൽ ദൈവം നൽകി തരുവാൻ നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാമല്ലോ. ആരും മൗനമായിരിക്കാതെ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കുഞ്ഞുങ്ങളും സ്തോത്രം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയ ദൈവ പ്രവൃത്തി ഈ രാത്രിയിലൊന്ന് വെളിപ്പെടണം. ഒരു വലിയ ദൈവ മഹത്വം ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതങ്ങളിലൊന്ന് വെളിപ്പെടണം. ഇവിടെ കടന്നു വന്നിരിക്കുന്നവരുടെ മേൽ, കടന്നു വരുവാൻ കഴിയാതെ വണ്ണമായിരിക്കുന്നവരുടെ മേൽ നാം സ്തോത്രമിട്ടേച്ചു വന്ന ഭവനത്തിൻ്റെ മേൽ എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ നമുക്ക് ഒരുമിച്ച് അല്പസമയം സ്തോത്രത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ നിറഞ്ഞ സാന്നിധ്യത്തിനായി നന്ദി അപ്പാ. ഒത്തിരി സംഭവങ്ങൾ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ നടക്കുമ്പോൾ, ഞങ്ങളുടെ ചുറ്റുപാടുകൾ നടക്കുമ്പോൾ, ഒരു ദിവസം കൂടെ ദൈവം ഞങ്ങളുടെ ആയുസ്സിനെ ദീർഘമാക്കി തന്ന അനുഗ്രഹീതമായി നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. കർത്താവേ, അവിടുത്തെ മുഴുവൻ മഹത്വവും ഞങ്ങളുടെ നടുവിൽ അവിടുന്ന് വെളിപ്പെട്ട് വന്നിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഈ ആലയത്തെയും ഇവിടെ ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ ദാസൻ്റെ കുടുംബത്തെ, കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തെ, ഈ ദേശത്തെ പരിസരത്തെ എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിലെ ശുശ്രൂഷയിൽ ഞങ്ങളെ ഒരുമിച്ച് അവിടുന്ന് അനുഗ്രഹിക്കണമേ. ജനം ഇന്ന് രാത്രി വിടുവിക്കപ്പെടുവാൻ, ദൈവശക്തി പ്രാപിച്ചെടുക്കുവാൻ, ദൈവത്തിൻ്റെ വലിയ മഹത്വം കണ്ണാലെ കാണുവാൻ, ഹൃദയങ്ങളിൽ രുചിച്ചറിയുവാൻ ദൈവം സഹായിക്കണം. മഹത്വമെല്ലാം സ്വർഗമെടുക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഇന്ന് നമ്മൾ വായിച്ചതായ ദൈവജനം എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, നാം എല്ലാവരും നമ്മുടെ പ്രാർത്ഥനകൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുന്ന
വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണല്ലോ ഇന്ന് നമ്മൾ വായിച്ച ദൈവവചനം. അപ്പോസ്തലനായ പൗലോസിൻ്റെ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. റോമാൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എഴുതപ്പെട്ട ലേഖനങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. ജാതീയ പശ്ചാത്തലത്തിൽ നിന്നും അവരായിരുന്നതായ മേഖലയിൽ നിന്നുമൊക്കെ ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും പൗലോസിൻ്റെ പ്രവർത്തനത്തിലൂടെ ഇറങ്ങിത്തിരിച്ചതായ ദൈവസഭയാണ് എഫേസ്യ സഭ. എഫേസ്യ പട്ടണത്തിൽ പൗലോസ് താമസിക്കുകയും പൗലോസ് അവിടെ പ്രവർത്തിച്ചതുമായി അപ്പോസ്തല പ്രവൃത്തിയിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വളരെ അനാചാരങ്ങളും വളരെയധികമായ അക്രമ സംഭവങ്ങളും പാപപ്രവൃത്തികളും വിഗ്രഹങ്ങളും ഒക്കെ നിറഞ്ഞു നിന്നതായ ദേശത്തിൻ്റെ മേൽ അപ്പോസ്തലനായ പൗലോസ് യാത്ര ചെയ്യുമ്പോൾ പൗലോസിലൂടെ സുവിശേഷത്തിലൂടെയുള്ള ദൈവശക്തിയും ആ ദേശത്തിൻ്റെ മുഖച്ഛായയെ ദൈവം മാറ്റുവാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിലും പ്രിയ ദൈവജനമേ, നാം കടന്നു പോകുന്ന ഇടങ്ങളിൽ നാം സുവിശേഷവുമായി കടന്നു പോകുമ്പോൾ ആ സുവിശേഷത്തിലൂടെ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആ ദൈവശക്തി ആ ദേശത്തിലെ ശക്തികളെ തകർപ്പാൻ ശക്തമായ ശക്തിയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആ ദേശത്തിലെ ശക്തികൾ, ആ ദേശാന്തര പോരുകൾ ഒന്നും നമ്മെ തകർത്ത് കളയത്തില്ല, നമ്മെ വിഴുങ്ങിക്കളയത്തില്ല. എന്നാൽ നാം ആയിരിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ ശക്തിയുമായി കടന്നു പോകുമ്പോൾ ആമേൻ, ആ ദേശത്തിലെ അന്ധകാര ശക്തികൾ അവിടെ നിലംപരിചയാകുവാനിടയായിത്തീരും. അങ്ങനെ നിലംപരിചയാകുക മാത്രമല്ല, അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീർന്നു. ദൈവപ്രവൃത്തി അത് സഭകളായി രൂപാന്തരപ്പെടുവാനിടയായിത്തീർന്നു. നാളുകൾ പിന്നിട്ടു മുന്നോട്ട് കടന്നു പോകുമ്പോൾ ആരംഭ കാലഘട്ട ജീവിതമൊക്കെ സന്തോഷകരമായ അനുഭവങ്ങളായിരുന്നു. ആനന്ദവും പ്രത്യാശയും പ്രതീക്ഷയും ഒക്കെ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ യാത്ര ചെയ്ത് കടന്നു പോകുമ്പോൾ പെട്ടെന്ന് ജീവിതത്തിൽ അവരുടേതായ ക്രൈസ്തവ മേഖലയിൽ ഒരു വല്ലാത്ത ഒരു ശോധനയുടെ പീരീഡ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു പ്രതിസന്ധി ജീവിതത്തിൽ കടന്നു വരുവാനിടയായിത്തീർന്നു. മറ്റൊന്നുമല്ല, അവരെ നയിച്ചു കൊണ്ടുവന്ന നായകനായ പൗലോസ് ഇതാ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. ജനം പീഡനത്തിലൂടെ, കഷ്ടതയിലൂടെ അവർ കടന്നു പോകുകയാണ്. അവർ പാരമ്പര്യം വിട്ട് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ ആരാധിപ്പാൻ വന്നത് ജീവിതത്തിൽ അബദ്ധമായോ എന്ന് ഹൃദയത്തിൽ ചിന്തിക്കുമാറ് പൗലോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യചിഹ്നമാണ്. പൗലോസേ, താങ്കൾ പറഞ്ഞ ക്രിസ്തീയ ജീവിതം ഇതാണോ? താങ്കൾ പറഞ്ഞതായ ആത്മീയ മേഖല ഇതാണോ? കാരണം ഞങ്ങളാണെങ്കിൽ കഷ്ടതയിലൂടെ കടക്കുകയാണ്. ഞങ്ങൾ വേദനയിലൂടെയും ശോധനയിലും കൂടെ ഓരോ ദിവസവും യാത്ര ചെയ്യുകയാണ്. പക്ഷെങ്കിൽ ഞങ്ങളെ കൊണ്ടുവന്നതായ അങ്ങാണെങ്കിൽ ഇതാ റോമാ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. ഇതാണോ താങ്കൾ പറഞ്ഞ അതേ ക്രിസ്തീയ ജീവിതമെന്ന് ഒരു ചോദ്യചിഹ്നത്തിൻ്റെ മുൻപിൽ പൗലോസ് അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ് ഈ ലേഖനം. ഇന്ന് രാത്രിയിലും പ്രിയ ദൈവജനമേ, ചില ചോദ്യചിഹ്നങ്ങളുടെ മുഖത്ത് ഞാനും നിങ്ങളും ഒരു വിഷയായിരിക്കാം. കാരണം എന്താണ്? ദൈവസന്നിധിയിൽ വന്നത് അബദ്ധമായോ? ദൈവത്തെ ആരാധിക്കുന്നത് അബദ്ധമാണോ? ദൈവസന്നിധിയിൽ വരുന്നത് ഒക്കെ പലരും അറച്ചും മടിച്ചുമൊക്കെ നിൽക്കുന്നതിൻ്റെ കാരണം വന്നാൽ അബദ്ധമാകുമോ, വന്നാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾ നാം പലരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരിൽ നിന്നുള്ള മറുപടികളാണ്, വന്നാൽ എന്തെങ്കിലും സംഭവിക്കുമോ, എന്തെങ്കിലുമൊക്കെ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ച് അവരായിരിക്കുന്ന മേഖലയിൽ തന്നെ അവർ നിൽക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ആത്മാവിൻ്റെ നിറവിൽ ദൈവത്തിൻ്റെ വചനത്തോടുള്ള ബന്ധത്തിൽ വിളിച്ചു പറയുവാൻ കഴിയും. ഈ ദൈവസന്നിധിയിൽ കടന്നു വരുന്നതൊന്നും ഒരബദ്ധമല്ല, ഇവിടെ വരുന്നതൊന്നും ഒരു പരാജയമല്ല. ഇന്ന് രാത്രിയിൽ വന്ന് കയറിയിട്ട് ആരെങ്കിലും നിരാശയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ വന്ന ഇടം ഏറ്റവും ബെറ്ററായ ഇടമാണ്. നിങ്ങൾ എടുത്ത തീരുമാനം ഏറ്റവും ബെസ്റ്റായ തീരുമാനമാണ്. അങ്ങനെയെങ്കിൽ എത്ര പേർ ഇന്ന് രാത്രിയിൽ ആ ദൈവത്തെ ഹൃദയംഗമായ ആത്മനിറവിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കുന്നുണ്ട്? ഈ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, ഈ ദൈവത്തെ അറിയുവാൻ ജീവിതത്തിൽ ലഭ്യമായ ഭാഗ്യമാണ് ഏറ്റവും വിലപ്പെട്ട ഭാഗ്യം. മറ്റെന്തിനേക്കാളും വിലപ്പെട്ട ഭാഗ്യം ചെയ്താൽ ദൈവമക്കൾ ആ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ.
ഹല്ലേലൂയ. നോക്കണമേ, അതുകൊണ്ട് പൗലോസ് അവരോട് പറയുകയാണ്, പ്രിയരെ, നിങ്ങൾ വന്നതോ, നിങ്ങൾ ഇറങ്ങി തിരിച്ചതോ, നിങ്ങൾ നിൽക്കുന്നതോ ഒന്നും പരാജയമല്ല. ഒരിക്കലും നിങ്ങൾ ഞെരുക്കത്തിലൂടെ, അല്പമായ ശോധനയിലൂടെ കടന്നു പോകുന്നു എങ്കിലും ഇതൊരിക്കലും ഈ പരീക്ഷ നീണ്ടു നിൽക്കയില്ല, ഈ ശോധന നീണ്ടു നിൽക്കയില്ല. ഇതിനൊരു കാലവും കാലപരിധിയും ദൈവമായ കർത്താവ് വച്ചിട്ടുണ്ട് എങ്കിൽ ഇന്ന് രാത്രിയിലും ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രഥമ രാത്രിയുടെ 2ാം സെഷനിൽ എൻ്റെ മുൻപിലായിരിക്കുന്ന ദൈവജനത്തോട് ഇന്ന് രാത്രിയിൽ ആത്മാവിലൊരു ദൂത് വിളിച്ചു പറയുവാൻ കഴിയും. ആമേൻ. പരീക്ഷകൾ ഒരിക്കലും നീണ്ടു നിൽക്കത്തില്ല കേട്ടോ. ശോധനകൾ ഒരിക്കലും നീണ്ടു നിൽക്കത്തില്ല. അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങൾക്കും ഇന്ന് രാത്രിയിൽ ഈ ദൈവത്തിൽ നിന്ന് മറുപടിയുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? പ്രിയരെ, എല്ലാറ്റിനും ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി ആമേൻ അനുഭവിക്കുന്ന എല്ലാ വിധകൾക്കും, എല്ലാ പരീക്ഷകൾക്കും ഒരു കാലം ദൈവം വച്ചിട്ടുണ്ട്. സ്തോത്രം. എന്തിനാണ് ഈ പരീക്ഷകൾ വച്ചിരിക്കുന്നതെന്ന് പൗലോസിനോട് ചോദിക്കുകയാണ്. പൗലോസേ, ആമേൻ, സ്തോത്രം, ദൈവദാസനെ, ഞങ്ങൾ ഈ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചു. ഞങ്ങൾക്ക് ആയിരുന്ന മേഖലകളിൽ പ്രതിസന്ധിയില്ല, പ്രതികൂലമില്ല. അല്പമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ ലഭ്യമായിരുന്നു. സ്തോത്രം. ഇന്നും ക്രൈസ്തവ ലോകത്തിലെ അനേകർ മാറി നിൽക്കുന്നതിൻ്റെ കാരണം പ്രത്യക്ഷമായ പല താൽക്കാലിക നന്മകളുമൊക്കെ കിട്ടാതെ വരുമ്പോൾ അവർ മാറി നിൽക്കാറുണ്ട്. സ്തോത്രം. അവരെ ഉറപ്പിക്കുവാനാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. പ്രാരംഭത്തിലെ തന്നെ 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ അവരോട് പറയുകയാണ്, ക്രിസ്തുവിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാ. സ്തോത്രം. എത്ര പേർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും ദൈവം നമ്മുടെ മേൽ തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ചിരിക്കുന്ന ദൈവജനം ആ ആത്മീയ അനുഗ്രഹങ്ങളുടെ, ആ ആത്മീയ നന്മകളുടെ പദവി നോക്കാതെ ഇന്നും ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഒരു കൂട്ടർ, ഇന്നും ആ ദാരിദ്ര്യത്തിൽ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയുന്നവർ, ദൈവമേ എന്നോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുകയും ജൽപ്പനം ചെയ്യുകയും ചെയ്യുന്നവർ, അവരോട് പൗലോസ് പറയുകയാണ്, ദൈവം നിങ്ങളെ ഓൾറെഡി അനുഗ്രഹിച്ചിരിക്കുകയാ. സ്തോത്രം. ക്രിസ്തുവിലുള്ള എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുകയാ. അടുത്തതായി പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇതൊക്കെ ഒന്ന് കാണുവാൻ, ഇതൊക്കെ ഒന്ന് അറിയുവാൻ അവരുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണമേ. ഇന്ന് രാത്രിയിൽ നോക്കണമേ, ഈ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിച്ചാൽ ഇതൊക്കെ ഒന്ന് കാണുവാൻ കഴിയും, ഇതൊക്കെ ഒന്ന് അറിയുവാൻ കഴിയും. മാത്രമല്ല, ഈ ആത്മീയ തലത്തിൽ ഇരുന്നു കൊണ്ട്, ദൈവമാക്കി വച്ചിരിക്കുന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് അവരോട് പറയുകയാണ്, നിങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നത്തിൻ്റെയും പരിഹാരം നിങ്ങളിൽ തന്നെ ദൈവം തന്നിരിക്കുക. സ്തോത്രം. നോക്കണം, ഏതെല്ലാം പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവോ, ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവോ, അതിനുള്ള നീക്കുപോക്ക്, അതിനുള്ള വിടുതലുകൾ എല്ലാം നിങ്ങളുടെ കരങ്ങളിൽ ദൈവം തന്നിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ 3-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നമ്മളുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയാൽ കഴിയുന്നവന്. സ്തോത്രം. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. നോക്കണമേ, പൗലോസ് അപ്പോസ്തലൻ ഈ ശക്തിയെ കുറിച്ച് നോക്കുമ്പോൾ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ഈ ശക്തിയെ കുറിച്ച് പറയുന്നത്. അത് ബലത്തോടെ വ്യാപരിക്കുന്ന ശക്തിയാണ്. ആ ശക്തി എന്താണ്? അത് ബലത്തോടെ വ്യാപരിക്കുന്ന ശക്തിയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഈ ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ഇത് ദൈവത്തിന്റെ ദാനമത്രേ, ഇത് അത്യന്ത ശക്തിയാണ്. ഇത് അത്യന്ത ശക്തി ഞങ്ങളുടെ മൺപാത്രങ്ങളിലാകുന്നു ദൈവം തന്നിരിക്കുന്നത്. നോക്കണമേ, ഈ ഒരു ശക്തിയും
ഈ ഒരു അധികാരവും ഈ ഒരു ദൈവകൃപയും ദൈവം തന്നിട്ട് ആമേൻ ഈ മരുഭൂമി യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ ഏത് പ്രശ്നങ്ങൾ വന്നാലും അവർക്കതിനെ ജയിപ്പാനുള്ളതായ ഈ ബലത്തിൻ്റെ ശക്തി ആമേൻ അവരുടെ ഉള്ളിലാക്കിയിരിക്കുമ്പോൾ ഇന്ന് പൗലോസ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ഒരിക്കലും സാധാരണപ്പെട്ട മനുഷ്യരല്ല, നിങ്ങൾ ഒരിക്കലും സാധാരണപ്പെട്ട വ്യക്തികളല്ല, നിങ്ങൾ തികച്ചും അസാധാരണമായ കഴിവുള്ളവരാണ്, നിങ്ങൾ തികച്ചും അസാധാരണമായ ശക്തിയുള്ളവരാണ്. എത്ര പേർ മനസ്സിലാകുന്നുണ്ട്? ഞാൻ ഈ ലോകത്തിൽ പാർക്കുന്നവനെങ്കിലും, ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുന്നുവെങ്കിലും, ഈ ലോകക്കാരോടൊപ്പമാണ് ഞാൻ ആയിരിക്കുന്നതെങ്കിലും ഞാൻ സാധാരണപ്പെട്ട വ്യക്തിയല്ല. ഞാൻ തികച്ചും അസാധാരണമായ ദൈവശക്തിയും ദൈവകൃപയും വഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയെന്ന് പറയുവാൻ കൃപ ലഭിച്ച ദൈവജനം ചേർന്ന് ഇന്ന് രാത്രിയിലും ആ ദൈവത്തെ ഒന്ന് സ്തുതിപ്പാൻ കഴിയുന്നുണ്ടോ? എത്ര പേർ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുന്നുണ്ട്? നാം സാധാരണപ്പെട്ടവരാണെങ്കിൽ, നമുക്ക് പറയുവാൻ ഒരു പദവികളുമില്ലെങ്കിൽ, ഒരുപക്ഷെ നമുക്ക് ഒരു പറയുവാൻ ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലെങ്കിൽ, ദൈവത്തിന്റെ പൈതലെ ഇന്ന് രാത്രിയിലും ദൈവം നിങ്ങളുടെ ഉള്ളിൽ ആക്കി വച്ചിരിക്കുന്ന ദൈവിക അഭിഷേകം എന്നെന്ന് നോക്കിയാൽ, ദൈവിക ശക്തി എന്നെന്ന് നോക്കിയാൽ, അത് സാധാരണ മനുഷ്യരില്ലാത്ത, അത് ഈ ലോകപ്രകാരമുള്ള മനുഷ്യരില്ലാത്ത ആമേൻ അധികാരവും പവറും ശക്തിയും ദൈവം തന്നിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിലും ആ ദൈവത്തെ ഒന്ന് ശക്തിയോടെ ഒന്ന് ആരാധിച്ചു തുടങ്ങിയാട്ടെ, ഒന്ന് ആത്മനിറവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നോക്കണേ, ഈ ബലത്തോടെ വ്യാപരിക്കുന്ന ശക്തി, ഈ അത്യന്തപരമായ ശക്തി, ഈ അത്യന്തപരമായ ഈ വ്യാപാര ശക്തി എന്നൊക്കെ പൗലോസ് വിശേഷിക്കപ്പെടുന്ന ഈ ശക്തിയും വഹിച്ചുകൊണ്ട് നാം നടന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്കുള്ള ഗുണങ്ങൾ? സ്തോത്രം. ഇതൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഗുണങ്ങൾ എന്താണ്? എന്തൊക്കെയാണ് അതിൻ്റെ നേട്ടങ്ങൾ? സ്തോത്രം. നോക്കണമേ, ഒന്ന്, ഈ ശക്തി ഉണ്ടെങ്കിൽ അത് നമ്മുടെ മുൻപിൽ വരുന്നതായ സകല കോട്ടകളെയും തകർപ്പാൻ ശക്തിയുള്ളതാണ്. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങളൊന്ന് വായിക്കാമോ? ആ ആ ആ നോക്കണേ, സ്തോത്രം. ഒന്ന്, ഈ ശക്തി വഹിക്കുന്ന ഒരു ദൈവ പൈതലിന് ആമേൻ അവന്റെ മുൻപിൽ വരുന്ന സകല കോട്ടകളെയും അവൻ ഇടിച്ചു കളയുവാൻ കഴിയും. സ്തോത്രം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഏത് കോട്ടകളെയും ഇടിച്ചു കളയുവാൻ ഈ ശക്തിക്ക് കഴിയും. സ്തോത്രം. നോക്കണേ, ചില കാലഘട്ടം ഒന്ന് പഴയ നിയമത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നോക്കിയാൽ, ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്നും ഇറങ്ങി തിരിച്ചു. അവരതാ യാത്ര ചെയ്ത് ഓരോന്നും പിടിച്ചടക്കിയും ഓരോ രാജ്യങ്ങളെയും രാജാക്കന്മാരെയും തകർത്തുകൊണ്ടും അവരിങ്ങനെ ജയാളിയായി മുന്നോട്ട് കടന്നു പോവുകയാണ്. അവരുടെ യാത്രയുടെ മധ്യത്തിൽ അവർ കണ്ടതായ ഒരു കാഴ്ച, അവർക്ക് ഏറ്റവും പ്രയാസകരമായിരുന്ന ഒന്നാണ് എരിഹോവിന്റെ മതിലെന്ന് പറയുന്നത്. ഈ എരിഹോ മതിലിനെ തകർത്തുകൊണ്ട് പോകുക എന്നുള്ളത് അവരുടെ മാനുഷികമായ നിലകളിൽ ഒട്ടും നടക്കുന്ന കാര്യമല്ല, ഒട്ടും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. എങ്കിലും അവർ ചിന്തിച്ചു, അവരുമായിട്ടൊരു നല്ല ബന്ധത്തിൽ പോകാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവരൊട്ട് അനുവദിക്കുന്നതുമില്ല. ഇസ്രായേൽ ജനം പലതിനെയും ജയിച്ചടക്കി കയറി വരുന്നത് കണ്ടപ്പോൾ എരിഹോ നിവാസികൾ എന്ത് ചെയ്തു? അവരെ നിമിത്തം ഉരുകിപ്പോയി. അവരുടെ നിമിത്തം ഇവരുടെ മതിലുകളെയെല്ലാം ബലക്കുറവുകളെല്ലാം പരിഹരിച്ച് എല്ലാ അംഗരക്ഷകരെല്ലാം കൂട്ടി അവരുടേതായ കോട്ടയെ ശക്തമായി ഉറപ്പുവരുത്തുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ അവർ യാത്ര ചെയ്ത് എരിഹോവിന്റെ മുൻപിലെത്തിയപ്പോൾ ദൈവം അവരോട് പറയുന്ന ഒരു വാക്കാണ്, നിങ്ങൾ ഒരു ദിവസം എന്ത് ചെയ്യണം? ഒരു പ്രാവശ്യം ഈ എരിഹോ മതിലിനെ ഒന്ന് ചുറ്റണം. 2, 3 ഇങ്ങനെ നമുക്കറിയാം. 6 ദിവസം അങ്ങനെ ചെയ്യണം. 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റണം. പുരോഹിതന്മാർ കാഹളമൂതണം. അപ്പോൾ സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നത്, ഇതൊക്കെ സംഭവിക്കുമോ? ഇങ്ങനെയൊക്കെ നടക്കുമോ? എന്നാൽ നോക്കണമേ, അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. 7-ാം ദിവസം ദൈവം പറഞ്ഞതുപോലെ അവർ നടന്നു, കാഹളമൂതി സ്തോത്രം ദൈവത്തെ ആർപ്പിട്ടപ്പോൾ അവർക്ക് മുൻപിലുണ്ടായിരുന്നതായ എരിഹോവിന്റെ മതില് അവർ പോലും അറിഞ്ഞില്ല.
അവർ പോലും ആമേൻ ആശ്ചര്യപ്പെട്ടു പോയി. അവർക്ക് വേണ്ടി ദൈവം അവിടെ തകർത്തു കൊടുക്കാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിലും പ്രിയ ദൈവജനമേ, ഇതെങ്ങനെയാണ് കഴിഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇതെങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ അവർ പോലും അറിഞ്ഞില്ല അവരുടെ ഉള്ളിലുള്ള ദൈവശക്തിയെ. ഇന്ന് രാത്രിയിലും പ്രിയ ദൈവജനമേ, ആമേൻ, ഇവിടെ ഇരുന്ന് കൊണ്ട് നമ്മൾ പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെ ഇരുന്ന് നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നമ്മുടെ മുൻപിൽ, നമ്മുടെ കുടുംബതലങ്ങളിൽ, തലമുറകളിൽ ഒക്കെ വരിഞ്ഞു മുറുക്കുന്ന ശത്രുവിന്റെ കോട്ടകളെ തകർക്കുവാൻ ഇന്ന് രാത്രിയിൽ മതിയായ ഒരു ദൈവശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ഒരിക്കലും ഉയരത്തില്ലെന്നും ഒരിക്കലും മുന്നോട്ട് വിടുകയില്ലെന്നും ഒരിക്കലും ഈ തലമുറ രക്ഷ പ്രാപിക്കത്തില്ലെന്നും വെല്ലുവിളി ഉയർത്തുന്ന അവന്റെ സകല പദ്ധതികൾ ഈ ഉപവാസത്തിന്റെ പ്രാരംഭ ദിനത്തിലെ ഈ 2ാം സെഷനിൽ ഇടിഞ്ഞു മാറുന്നു എന്ന് ആത്മാവിൽ ദൂത് വിളിച്ചു പറഞ്ഞാൽ എത്ര പേർ മനസ്സിലായി ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ഇന്ന് രാത്രിയിൽ എനിക്ക് വിരോധമായി, കുടുംബത്തിന് വിരോധമായി, തലമുറകൾക്ക് വിരോധമായി ശത്രു കെട്ടുന്ന സകല കോട്ടകളെയും യേശുവിന്റെ നാമത്തിൽ ഇടിഞ്ഞു മാറട്ടെ എന്ന് ആത്മാവിൽ ദൂത് വിളിച്ചു പറയുമ്പോൾ ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്നവർ ആത്മാവിൽ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. എരികോവിന്റെ മതിലുകളെ സാധാരണപ്പെട്ട മനുഷ്യന് വേണ്ടി അസാധാരണമായ ദൈവം അവർക്ക് വേണ്ടി തകർത്തു കൊടുത്തുവെങ്കിൽ ഇന്ന് രാത്രിയിലും പാടുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവശക്തി ഏറ്റെടുത്തിരിക്കുന്ന ദൈവമക്കളെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിലും ജീവിക്കുന്ന ദൈവമാണ്. ശംധാരകന വൈഡവരാധന വൈശവരാധന അർദ്ധനഘടക പ്രൗഢവരാധന വൈശവരാധന. എന്നും ശത്രു ജയമെടുക്കത്തില്ല കേട്ടോ. എന്നും അവൻ ഉയർന്നു നിൽക്കത്തില്ല. എന്നും അവന്റെ സമയമല്ല, എന്നും അവന്റേതായ സമയമല്ല. ഇന്ന് രാത്രി വിളിച്ചു പറ, ഈ സമയം എന്റെ സമയമാ, ഈ ദിവസം എന്റെ ദിവസമാ, ഈ ദിവസം എനിക്ക് വേണ്ടി എന്റെ ദൈവം പ്രവർത്തിക്കുന്ന സമയമാ. ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് കാര്യത്തിന് പോയാലും തടസ്സങ്ങൾ, എന്ത് ചെയ്താൻ പോയാലും തടസ്സങ്ങൾ. ദൈവമക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുകയും പറയുകയും ചെയ്തതാണ്, എന്തിനിറങ്ങിയാലും തടസ്സങ്ങൾ. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രിയിൽ ആ തടസ്സം മാറും, ആ പ്രതികൂലം മാറും. എന്താണ് ചെയ്യേണ്ടുന്നത്? നാം നേരത്തെ കേട്ടതുപോലെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നാം ആ ശക്തി ഒന്ന് ഏറ്റെടുക്കണം, ആ ദൈവകൃപ ഒന്ന് ഏറ്റെടുക്കണം, ആ ശക്തിയിൽ ഒന്ന് വർദ്ധിച്ചു വരണം. ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആ ശക്തിയിൽ, ആ ദൈവകൃപയിൽ ഒന്ന് വർദ്ധിച്ചു വരുമ്പോൾ നമുക്കെതിരായി നിൽക്കുന്ന സകല പ്രതിബന്ധങ്ങളെയും ഉടച്ചു മാറ്റുവാൻ ഇന്ന് രാത്രിയിൽ സർവശക്തനായ ദൈവം ആമേൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ചേർന്ന് ദൈവത്തെ ഒന്ന് ശക്തിയോടെ സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ദി ലോർഡ്. നോക്കണേ, ആമേൻ, എരിഹോവിന്റെ മതിലുകളെ ദൈവം സാധാരണപ്പെട്ടവർക്ക് വേണ്ടിയല്ലേ സ്തോത്രം. നമ്മുടെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് ആമേൻ ഇങ്ങനെ ഓരോ അത്ഭുതങ്ങളൊക്കെ ചെയ്യുമ്പോൾ കർത്താവ് ഒരിക്കലും ഒരു രീതിയിലുള്ള, ഒരു സിസ്റ്റത്തിലുള്ള അത്ഭുതമൊന്നുമല്ല ദൈവം ചെയ്യുന്നത്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും താൻ അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആമേൻ സ്തോത്രം ഓരോ വ്യക്തികളുടെ നടുവിലും ചെയ്ത അത്ഭുതങ്ങൾ നോക്കിയാൽ, ഒരു കുരുടന്റെ അനുഭവം തന്നെ നോക്കിയാൽ അറിയാം. ഒരുവനോട് ആമേ കണ്ണിൽ തൊട്ടപ്പോൾ തന്നെ സൗഖ്യം വന്നു. ചേറുണ്ടാക്കി ചേറ് കഴുകിക്കളയുവാൻ പറഞ്ഞു, അപ്പോൾ സൗഖ്യം, ആമേ കണ്ണ് തുറന്നു. മറ്റൊരുവന്റെ കണ്ണിൽ തുപ്പിയതായി നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. മഞ്ചത്തിൽ തൊട്ടപ്പോൾ സൗഖ്യം, അല്ലേ സ്തോത്രം. എഴുന്നേറ്റ് വരുന്നുണ്ട്. കല്ലറയുടെ മുൻപിൽ നിന്ന് പുറത്തു വരിക എന്ന് പറയുമ്പോൾ അതാ ലാസർ പുറത്തു വരുന്നു. ഇങ്ങനെ നോക്കിയേ, പലതരത്തിലുള്ള ഒരേ അത്ഭുതങ്ങളാണെങ്കിലും അത്ഭുതങ്ങൾ തന്നെ പല രീതിയിലാണ് കർത്താവ് ചെയ്തത്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇന്ന രീതിയിലേ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയരുത്. ഇന്ന് രാത്രി കർത്താവ് ഏത് രീതിയിലും അത്ഭുതങ്ങളെ ചെയ്യും. സ്തോത്രം. നമ്മളൊന്ന് വിശ്വസിക്കുവാൻ ഇടയായി തീർന്നാൽ, നമ്മളൊന്ന് ദൈവത്തിലൊന്ന് ആശ വയ്ക്കുവാൻ, പ്രതീക്ഷ വെച്ചാൽ ദൈവം എനിക്ക് വേണ്ടി, എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി? ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആമേ. ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി, ഞാൻ നനയ്ക്കുന്നതിനേക്കാൾ ഉപരി അത്യന്തപരമായി വ്യാപരിക്കുന്ന ശക്തി എന്നിൽ ഉണ്ടെന്ന് ഉറപ്പുള്ള ദൈവജനം ചേർന്ന് പറയണം, എനിക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുകയാണ്. ഇന്ന് രാത്രിയിൽ ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ
പോകുകയാണ്. ഇന്ന് രാത്രി പലപ്പോഴും ആമേ പ്രാർത്ഥിച്ചിട്ട് പലപ്പോഴും കാത്തിരുന്നിട്ട് ലഭ്യമാകാതിരുന്നതായ മറുപടി ഇന്ന് രാത്രി ദൈവം ചെയ്യാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവജനമേ, ചില മണിക്കൂറുകൾ, ചില മിനിറ്റുകളാണ് ഈ ദൈവസഭയ്ക്കകത്ത് വന്നിരിക്കുന്നതെങ്കിലും ഇന്ന് രാത്രി വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ദൈവം വെറും വാക്കുകൊണ്ട് പറഞ്ഞതല്ല, പ്രവൃത്തിയിലൂടെ അത് കാണിച്ചു കൊടുത്തുവെങ്കിൽ ആത്മാവിൽ സ്തോത്രം പറഞ്ഞു തുടങ്ങുന്ന, ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന, ആത്മാവിൽ അന്യഭാഷ പറഞ്ഞു തുടങ്ങുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി, തൻ്റെ ജനത്തിന് വേണ്ടി ഇന്ന് രാത്രിയിൽ അന്യ കണ്ണല്ല സ്വന്തം കണ്ണാല് അത്ഭുതങ്ങൾ കാണുവാൻ പോകുകയാ. ദൈവത്തിന്റെ മിറക്കുകൾ കാണാൻ പോകുകയാ. ദൈവത്തിന്റെ വീര്യപ്രവർത്തികൾ കാണാൻ പോകുകയാ. ദൈവികമായ വിടുതലുകൾ കുടുംബ തലങ്ങളിൽ, തലമുറകളിൽ കാണുവാൻ പോകുകയാ. ചേർന്ന് ദൈവത്തെ സ്തോത്രത്തോടെ ഇന്ന് രാത്രിയിൽ ഒരു ആത്മശക്തി ഏറ്റെടുത്താട്ടെ, ഒരു ദൈവകൃപയും ഏറ്റെടുത്താട്ടെ. ഇന്ന് രാത്രിയിൽ നാം ഇത്രത്തോളം ദൈവം നമ്മെ കൊണ്ടുവന്ന ആ മഹാദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ. ആമേൻ. നോക്കണേ, ഈ ശക്തി അത് കോട്ടകളെ തകർക്കുന്നതാണ്. സ്തോത്രം. ആമേൻ. കോട്ടകളെ തകർക്കുക മാത്രമല്ല, ആമേൻ, യോശുവ ജനത്തോട് വിളംബരം ചെയ്തു, ഇനി ആരെങ്കിലും ഈ മതിൽ പണിയുവാൻ തുടങ്ങിയാൽ അതിന്റെ അടിസ്ഥാനമിടുമ്പോൾ തന്നെ അവന്റെ മൂത്ത മകൻ മരണപ്പെടും. അതുപോലെ തന്നെ അതിന്റെ ഓടാമ്പലുകൾ വയ്ക്കുമ്പോൾ അവന്റെ ഇളയ മകൻ സ്വത്രം മരണപ്പെടും. സ്വത്രം എന്ത് ചെയ്തു? ഒരിക്കൽ തകർന്നത് ആര് പണിയുവാൻ തുടങ്ങിയാലും അത് അവന്റെ ജീവിതത്തിൽ എന്നും ഒരു തകർച്ചയായി, ഒരു നഷ്ടമായി, ഒരു ശാപമായി കിടക്കുമെന്ന് ദൈവം എന്ത് ചെയ്തു? തൻ്റെ ദാസനായ യോശുവയിലൂടെ വിളംബരം ചെയ്യുവാനിടയായി തീർന്നു. അർത്ഥാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, പ്രിയ ദൈവജനമേ, ദൈവം നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ അത് തുറന്നത് തന്നെയാണ്. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നാൽ അത് തുറന്നത് തന്നെയാണ്. അതിനെ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല, അതിനെ ഒരിക്കലും പൂട്ടുവാൻ മറ്റാർക്കും കഴിയത്തില്ല. ദൈവം തുറന്നാൽ തുറന്നത് തന്നെയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നോക്കണമേ, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി അത് കോട്ടകളെ തകർക്കും. സ്തോത്രം. വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്, അത് നമ്മിലുള്ള ബന്ധനങ്ങളെ തകർക്കുവാൻ കഴിയുന്നതാണ് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി. സ്തോത്രം. നോക്കണേ, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി, നമ്മിൽ വ്യാപരിക്കുന്നതായ ദൈവത്തിന്റെ ശക്തി എന്താണ്? അത് ബന്ധനങ്ങളെ തകർക്കുന്നതാണ്. സ്തോത്രം. പഴയ നിയമത്തിലോട്ട് തന്നെ ശിംശോന്റെ ചരിത്രം നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയും. പലപ്പോഴും ഹല്ലേലൂയ മാനുഷികമായ നിലകളിൽ അവനെ ഒരിക്കലും ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ബന്ധിച്ചതായ കയറുകൾ, ബന്ധനങ്ങൾ. സ്തോത്രം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, തീ കൊണ്ട് കരിഞ്ഞു പോകുന്നത് പോലെ അവൻ്റെ കെട്ടിയിരുന്നതായ കയറുകൾ, ആ ബന്ധനങ്ങൾ അഴിഞ്ഞുപോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കണമേ പ്രിയരെ, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് നമുക്കെതിരായി വരുന്ന സകല ബന്ധനങ്ങളെയും കരിച്ചു കളയുവാൻ ശക്തിയുണ്ട്. ഇന്ന് രാത്രിയിൽ ഒരു മന്ത്രത്തെയും ഒരു തന്ത്രത്തെയും ഒരു ആഭിചാരത്തെയും കണ്ട് ദൈവമക്കൾ പേടിക്കണ്ട. ഇന്ന് രാത്രിയിൽ ധൈര്യത്തോടെ നാം മുന്നോട്ട് കടന്നു പോകുക. വിളിച്ച ദൈവം വിശ്വസ്തൻ. ആ ദൈവം എന്നെ അന്ത്യത്തോളം നടത്തുവാൻ ശക്തനെന്ന് ഉറപ്പുള്ളവർ ഇന്ന് രാത്രിയിൽ ഓരോ ചുവടുകളും മുന്നോട്ട് വെച്ചാൽ മതി. നമ്മെ തകർത്ത് കളയുവാൻ ഈ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം നാം സാധാരണപ്പെട്ടവരല്ല. നാം ഈ ലോകത്തെ കീഴ്മേൽ മറിപ്പാൻ ശക്തിയുള്ള, ഈ ലോകത്തെ സൃഷ്ടിയില്ലായ്മയിൽ നിന്ന് സകലത്തെ വിളിച്ചു വരുത്തിയ സർവശക്തനായ ദൈവത്തെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഈ ലോകത്തിലെ ശക്തികളെ കണ്ട് പേടിക്കണ്ട, പകച്ചു നിൽക്കണ്ട. ചെയ്യുന്നവർ ചെയ്തോട്ടെ, പറയുന്നവർ പറഞ്ഞോട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഒരു ബന്ധനങ്ങളും നമ്മെ മുറുക്കത്തില്ല, ഒരു ബന്ധന ശക്തികളും നമ്മെ ഒതുക്കത്തില്ല. കൃപ പ്രാപിക്കേണ്ടുന്ന ആ ഒരു കൃപയുടെ തലമെത്തിയാൽ, ദൈവശക്തി ഏറ്റെടുക്കേണ്ടുന്ന ആ ഒരു തലമെത്തിക്കഴിഞ്ഞാൽ ഇന്ന് രാത്രിയിൽ ബന്ധനങ്ങളല്ല തീയുടെ മുൻപാകെ
മെഴുകുരുകുന്നത് പോലെ ഇന്ന് രാത്രി ഉരുകി മാറ്. എത്ര പേർ ഇന്ന് രോഗത്തിലും ശാപത്തിലും ബന്ധന ശക്തിയിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ ഒന്ന് ഉണർന്നാട്ടെ, ഒന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മശക്തി ഇന്ന് രാത്രിയിൽ ഒന്ന് ഏറ്റെടുത്താട്ടെ. പ്രൗഢമാന ശബ്ദരാജ വൈശമാന വൈഡമാന നാളുകളായുള്ള പ്രതിസന്ധികളെ ദൈവം മാറ്റുവാൻ, പ്രതികൂലങ്ങളെ ദൈവം മാറ്റുവാൻ, ശത്രു നിനക്കെതിരെ അമരിട്ടിരിക്കുന്ന എല്ലാ കോട്ടകളെയും തകർക്കുവാൻ, എല്ലാ അതിരുകളെയും പൊളിക്കുവാൻ ഇന്ന് രാത്രിയിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാൽ കഴിയുന്നവന് ഇന്ന് രാത്രിയിൽ ഒന്ന് സ്തോത്രം പറഞ്ഞു തുടങ്ങിയാട്ടെ. ശക്തിയോടെ പ്രൗഢമാന ശബ്ദരകന വൈഡമാന ശൈഡമാന. നമ്മെ ബന്ധിക്കുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ബന്ധനങ്ങളെ തകരും. പൗലോസിനോട് ചോദിച്ചാൽ, ശീലാസിനോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളെ ബന്ധിക്കുവാൻ, ഞങ്ങളുടെ കൈകാലുകളെ ബന്ധിക്കുവാൻ ചങ്ങലകൾക്ക് കഴിയും. പക്ഷെ ഇന്ന് രാത്രിയിൽ എൻ്റെ അകത്തിരിക്കുന്ന ഒരു ആത്മശക്തിയുണ്ട്, എൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തെ ബന്ധിക്കുവാൻ ഈ ഉലകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല. എത്ര പേർ പറയുന്നുണ്ട്? ഹല്ലേലൂയ. നോക്കണേ, സ്തോത്രം. പൗലോസും ശീലാസും റോമാ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ അവരും നോക്കി ചിന്തിച്ചു, ഞങ്ങളെ ബന്ധിച്ചു, ഞങ്ങളെ ഒതുക്കി, അല്ലേ? സ്തോത്രം. പടയാളികളെല്ലാം ചിന്തിച്ചു, ഇനി ഇവരെ കൊണ്ടൊരു ശല്യമില്ല, സ്തോത്രം, തീർന്നു എന്നൊക്കെ പറയുമ്പോൾ അർദ്ധരാത്രിയായപ്പോൾ അവർ പാടി ദൈവത്തെ സ്തുതിപ്പാനിടയായി. സ്തോത്രം. നോക്കണേ, കാരാഗ്രഹത്തിൽ കിടന്നാൽ അവിടെ നിന്നും ഒരു സഭ പുറത്തു വരും. സ്തോത്രം. കാരാഗ്രഹത്തിൽ ഭക്തൻ കിടന്നാലും അഭിഷേകമുള്ളവൻ, ദൈവകൃപയുള്ളവൻ അടുത്തൊരു ലേഖനമായിട്ടാണ് പുറത്തു വരുന്നത്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ബന്ധനങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഒന്നും നമ്മെ തകർത്ത് കളയുവാനുള്ളതല്ല കേട്ടോ. നമ്മെ ഇന്ന് രാത്രി ഒതുക്കി കളയാനുള്ളതല്ല. ഈ ക്രൈസ്തവ ജീവിതത്തിലെ പരീക്ഷകൾ എന്ന് പറയുന്നത് ആത്മീയ യുദ്ധത്തിൽ, ആത്മീയ പോരാട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്കൊരു മസിൽ എന്ന പോലെ, ഒരു ശക്തി എന്ന പോലെ, ഒരു പവർ എന്ന പോലെയാണ് ദൈവം നമുക്ക് ഈ പരീക്ഷകൾ അനുവദിച്ചു തന്നിരിക്കുന്നത്. സ്തോത്രം. നമുക്കറിയാം, ആഹാരം കഴിക്കുന്നതോടൊപ്പം നമ്മുടെ ശരീരമൊക്കെ എന്ത് ചെയ്യാറുണ്ട്? തടിക്കാറുണ്ട്. പക്ഷെങ്കിൽ ആരോഗ്യം വേണമെങ്കിൽ എന്ത് വേണം? ശരീരത്തിന് വ്യായാമം ഉണ്ടായിരിക്കണം, അല്ലേ? സ്തോത്രം. ഇന്ന് രാത്രിയിലും ചില പരീക്ഷകൾ കടന്നു വരുന്നത്, പ്രതിസന്ധികൾ കടന്നു വരുന്നത്, പോരാട്ടങ്ങൾ കടന്നു വരുന്നത് നമ്മുടെ ജീവിതത്തിലെ, ആത്മീയ ജീവിതത്തിലെ ഹല്ലേലൂയ മസിലുകൾ ഒന്നുകൂടെ ഒന്ന് വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം. ആത്മീയ പോരാട്ടത്തിലെ ഒന്ന് വിജയാളിയായി നാം ഒന്ന് പുറത്തു വരുവാൻ വേണ്ടിയിട്ടാണ് ഈ പരീക്ഷകളെല്ലാം ദൈവം നമുക്ക് വച്ചിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ പൗലോസും പറയും, കാരാഗ്രഹവും ചങ്ങലയും ഒക്കെ ഞങ്ങളെ ഒതുക്കുവാൻ കഴിയത്തില്ല. ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ടും പാടി ദൈവത്തെ സ്തുതിക്കും. സ്തോത്രം. ഒന്ന് നോക്കിയേ, ഈ കൊറോണയ്ക്ക് ശേഷമായിട്ട് നമ്മുടെ ആത്മീയ ചർച്ചകൾ, ആരാധനകളുടെയൊക്കെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ 90% നമ്മുടെ ആലയത്തിലൊക്കെ ആൾക്കാർ കുറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം, അല്ലേ? ആരാധനകൾക്ക്, പ്രാർത്ഥനകൾക്ക്, സ്തോത്രം. നമ്മൾ വളരെ ദാഹത്തോടെ ഒരു പ്രാർത്ഥനയൊക്കെ വയ്ക്കുമ്പോൾ പലർക്കും എന്തില്ല, താല്പര്യങ്ങളില്ല. സ്തോത്രം. അതുകൊണ്ട് പ്രിയരെ, നിങ്ങൾ വളരെ ദാഹത്തോടെ കടന്നു വന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം. 600ഓളം പേരുള്ള ഒരു ചർച്ചിൽ, സ്തോത്രം, കഴിഞ്ഞ 2-3 മാസത്തിന് മുൻപ് ഒരു മീറ്റിങ്ങിനായിട്ട് കടന്നു പോകുവാനിടയായി. സ്തോത്രം. ഏകദേശം ഒരു നോക്കിയാൽ നമ്മുടെ ഒറ്റ നോട്ടത്തിൽ ഒരു 30 പേര് വരും. സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, എൻ്റെ ചർച്ചിലാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. ഞാൻ പറഞ്ഞത് വളരെ എന്ത് ചെയ്യുകയാണ്, പല കാരണങ്ങൾ പറഞ്ഞ് പലരും മാറി നിൽക്കുമ്പോൾ, പലരും ഉപവാസങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വില കൊടുക്കാതിരിക്കുമ്പോൾ, ഇന്ന് രാത്രിയിലും വരുന്ന പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ ഒന്നും കണ്ട് നമ്മൾ അതിനെ പ്രാർത്ഥനയെ, ആരാധനയെ മാറ്റിവെക്കാതെ ദൈവസന്നിധിയിൽ കിട്ടുന്ന സമയങ്ങളെന്നല്ല, സമയം കണ്ടെത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം. സ്തോത്രം.
പ്രൈസ് ദി ലോർഡ്. ഉപവാസത്തിന് നമ്മൾ സമയം കണ്ടെത്തണം. ഉപവാസത്തിന് നമ്മൾ സമയം മാറ്റിവെക്കണം. ഇന്ന് രാത്രി നോക്കണമേ. അതുകൊണ്ട് പൗലോസിന് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ, പൗലോസിനെ ബന്ധിച്ച ബന്ധനങ്ങളെല്ലാം പൗലോസ് പോലും അറിഞ്ഞില്ല. ഭക്തന്മാർ കണ്ടില്ല, അറിഞ്ഞില്ല. അവർ പാടി ആരാധിച്ചപ്പോൾ തന്നെ ചങ്ങലകളെല്ലാം അഴിഞ്ഞു മാറി. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഒരു പാട്ട് പാടിയത് വെറുതെയല്ല? ഇന്ന് രാത്രിയിൽ ഇന്ന് കണ്ട മിശ്രമേരെ നീ കാണുകയില്ലെന്ന് നാം പാടുമ്പോൾ, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രമെന്ന് പറയുമ്പോൾ, അബ്രഹാമിന്റെ ദൈവമല്ലേ അത്ഭുതങ്ങൾ ചെയ്യുമല്ലേ എന്ന് പറയുമ്പോൾ, പാടുമ്പോൾ തന്നെ ഇന്ന് രാത്രിയിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവർത്തികൾ നടക്കും. ഇന്ന് രാത്രി എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നോക്കണേ. അപ്പോൾ ഈ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിയും. സ്തോത്രം. അടുത്തതായി നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ ഒക്കെ ഉടച്ചു കളയുവാൻ ഈ ശക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. സ്തോത്രം. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് പ്രതികൂലങ്ങളെ തകർക്കുവാൻ കഴിയും, പ്രതിസന്ധികളെ ഒതുക്കുവാൻ കഴിയും. പത്രോസിനോട് ചോദിച്ചാൽ പത്രോസും പറയും ഇത് തന്നെ. ഞാനും കാരാഗ്രഹത്തിലായിരുന്നു, ഞാനും സ്തോത്രം ഹെരോദാവിന്റെ വാളിന് ഇരയാകാനുള്ളവനായിരുന്നു. പക്ഷെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുമ്പോൾ അർദ്ധരാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ എൻ്റെ അടുക്കൽ സ്പഷ്ടമായി വന്നു, എന്നെ ഒന്ന് തട്ടി, എന്നെ ഒന്ന് ഉണർത്തി, എന്നെ ഇന്ന് രാത്രി പുറത്തു കൊണ്ടുവന്നു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഈ രാത്രിയിലും അതുപോലുള്ള ബന്ധനങ്ങളിലും അതുപോലുള്ള തടവറകളിലും അതുപോലുള്ള പ്രതിസന്ധികളിലും കിടക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരുടെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രചോദനമാകുവാൻ നമുക്ക് വേണ്ടിയും ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്നറിയുവാനാണ് ഇന്ന് രാത്രിയിൽ എഴുതി വച്ചിരിക്കുന്നത്. പത്രോസിന് വേണ്ടി ഇറങ്ങി വന്ന, പൗലോസിന് വേണ്ടി ഇറങ്ങി വന്ന, ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട് എങ്കിൽ ഈ ചെറിയ കൊണ്ണി ദൈവസഭയിലും ആയിരിക്കുന്ന നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, ഈ ദേശത്തിന് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. വിശ്വസിക്കുന്നവരാ ഈ അത്ഭുതങ്ങൾ നടക്കും, വിശ്വസിക്കുന്നവരാ ഈ അടയാളങ്ങൾ നടക്കും. എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. നോക്കണേ. പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ പത്രോസിനെ ബുക്കിക്കളയുവാൻ, ഒതുക്കിക്കളയുവാൻ നോക്കി. സ്തോത്രം. നോക്കണേ. യാക്കോബിനെ കൊന്നുകളഞ്ഞു. അത് അവർക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു. സ്തോത്രം. യാക്കോബിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അവൻ പ്രാർത്ഥിക്കുന്നവൻ, ഒട്ടകത്തിന്റെ കാലുള്ളവൻ എന്നൊക്കെയാണ് അവന്റെ പേരിന്റെ പോലും അർത്ഥം. എന്താണെന്ന് അറിയണ്ടേ? സ്തോത്രം. നമുക്കറിയാം സാധാരണ നിലകളിൽ 1-ാം നൂറ്റാണ്ടിൽ ഏറ്റവും ശക്തമായ മുൻനിരയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് പത്രോസ് എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യം വാളെടുക്കേണ്ടുന്നത് പത്രോസിനെയാണ്. പക്ഷേങ്കിൽ അവിടെ ആദ്യം ഒതുക്കിയത് ആരെയാണ്? പ്രാർത്ഥിക്കുന്നവനെയാണ്. പ്രാർത്ഥിക്കുന്നവനെ ഒതുക്കുക എന്നുള്ളത് അന്നും ഇന്നും ശത്രുവിൻ്റെ എക്കാലത്തെയും ഒരു പദ്ധതിയാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കണമേ, പ്രാർത്ഥിക്കുന്നവൻ മരിച്ചാലും പ്രാർത്ഥന മരിക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ അസ്തമിച്ചാലും അവന്റെ പ്രാർത്ഥന അസ്തമിക്കത്തില്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അനേക പ്രാർത്ഥനക്കാർ മരിച്ചുപോയി, അനേക പ്രാർത്ഥിക്കുന്ന അപ്പച്ചന്മാർ മരിച്ചുപോയി. ബാൻഡ് കൊട്ടിയും സ്വത്രം പെട്രോൾ മാക്സ് ലൈറ്റും ഒക്കെ ചുമന്ന് നടന്ന അനേക മാതാപിതാക്കൾ നമ്മെ വിട്ട് മാറിപ്പോയെങ്കിലും അവരുടെ പ്രാർത്ഥന മാഞ്ഞു പോയിട്ടില്ല, അവരുടെ പ്രാർത്ഥന മരിച്ചിട്ടില്ല. അവരുടെ പ്രാർത്ഥനയുടെ ഫലങ്ങളാണ് ഇന്ന് രാത്രിയിലും ഇവിടെയായിരിക്കുന്ന നമ്മെങ്കിൽ ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഈ രാത്രിയിലും ദൈവം അന്വേഷിക്കുകയാ, അവന് വേണ്ടി പ്രാർത്ഥിക്കുക, ആ ദൈവത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി, സഭകൾക്ക് വേണ്ടി, നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഒന്നിടിവിൽ നിൽക്കുവാൻ അവൻ ചിലരെ അന്വേഷിക്കുകയാണ്.
സ്തോത്രം. ഈ രാത്രിയിലും ചിലരെ അന്വേഷിക്കുകയാ, ആരാണ് ഈ ദൗത്യം ഒന്ന് ഏറ്റെടുക്കുന്നത്? ആരാണ് ആമേൻ എനിക്ക് വേണ്ടി ഒന്ന് മുഴങ്കാലിൽ നിൽക്കുവാൻ പോകുന്നത്? ആമേ പ്രിയരെ, ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് പോകുവാൻ പറ്റാത്ത ഇടങ്ങളിൽ ദൈവത്തിന്റെ ദാസന്മാരെ അയക്കണമെങ്കിൽ നിങ്ങൾ മുഴങ്കാലിൽ നിൽക്കണം. നിങ്ങൾക്ക് പോകുവാൻ പറ്റാത്ത പാതകളിലൂടെ ആമേ ദൈവദാസന്മാരിലൂടെ പ്രവർത്തനങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കണമെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന ആമേ പ്രാർത്ഥന അത് മുടക്കം കൂടാതെ ഇന്ന് രാത്രിയിൽ ഒന്ന് പ്രാർത്ഥിക്കണം. ആമേൻ. എത്ര പേർ ഈ രാത്രിയിൽ അതൊരു ചലഞ്ചായി ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു പഴയ പ്രാർത്ഥനയുടെ അനുഭവം, ആ പഴയ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഇന്ന് നൽകി തരണമെന്ന് എത്ര പേർ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്? സ്തോത്രം. നോക്കണേ, യാക്കോബ് പ്രാർത്ഥിച്ചു, ദൈവമേ ഇനി ഒരിക്കലും സ്തോത്രം ഞാനാണ് മരിക്കുന്നത്, ഞാനാണ് പോകുന്നതെങ്കിൽ, പക്ഷെങ്കിൽ ഇനി ഒരു മരണം ഇവിടെ സംഭവിക്കരുത്. സ്തോത്രം. ഇതായിരിക്കണം, ഇവിടെ ആയിരിക്കണം, ഞാനായിരിക്കണം ഇതിൻ്റെ അയ്യോമേ സ്തോത്രം ഹെരോദാവിൻ്റെ അവസാനത്തെ വാളിൻ്റെ ശക്തിയായിട്ട് ആമേ സ്തോത്രം തീരുന്നത്. പക്ഷെങ്കിൽ ഇനി ഒരിക്കൽ എൻ്റെ കൂട്ട് ദൈവദാസന്, എൻ്റെ കൂട്ട് സഹോദരന്, അർത്ഥാൽ പത്രോസിന് ഒരു ദോഷവും വരരുത്. അവൻ നാളെ ഇവിടെ നിന്ന് പുറത്തിറങ്ങണം. അവൻ ശക്തമായി കഴിഞ്ഞ നാളുകളെക്കാൾ ഉപരിയായി അവൻ ശക്തമായി ശുശ്രൂഷയിൽ പ്രയോജനപ്പെടണം. ഏറ്റ ദൗത്യം നോക്കിയേ, അങ്ങനെ മുഴങ്കാല് നിൽക്കുന്ന അവൻ ഒട്ടക കാലുകളോട് കൂടിയവനെന്ന് അർത്ഥമുള്ള യാക്കോബ് നിന്നുകൊണ്ട് നിലവിളിച്ച പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തിയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, ആമേൻ ആമേൻ, നമ്മുടെ പ്രാർത്ഥനകൾ ഒരിക്കലും തീർന്നു പോകരുത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരിക്കലും പരിമിതിയിടരുത്. വിഷയങ്ങളെ കണ്ടുണർന്ന് ശക്തിയോടെ പ്രാർത്ഥിപ്പാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രിയിൽ നാം ഒരു ചലഞ്ചായി, ഒരു വെല്ലുവിളിയായി നാം അതിനെ ഒന്ന് ഏറ്റെടുക്കുവാൻ കഴിയുമോ? സ്തോത്രം. പത്രോസ് നോക്കണേ, ഒരു കാലഘട്ടത്തിൽ നോക്കിയാൽ ദൈവമേ കർത്താവേ എന്നെ വിട്ട് പോകണമേ എന്ന് പറഞ്ഞവനാണ്, അല്ലേ? പാപിയായിരുന്ന അല്ലെങ്കിൽ കടലിൽ നിന്ന സമയത്ത് നമുക്കറിയാം, പത്രോസിനെ പ്രാരംഭത്തിൽ കാണുമ്പോൾ പത്രോസിനോട് യേശു സംസാരിക്കുന്നു. പത്രോസ് യേശുവിനോട് പറയണ, കർത്താവേ എന്നെ വിട്ടൊന്ന് പോകണമേ, കാരണം ഞാനിപ്പോൾ ആയിരിക്കുന്ന നിലപാട് അത്രത്തോളം യോഗ്യമായ സ്ഥലമല്ല, എൻ്റെ യാത്ര അത്രത്തോളം നല്ലൊരു യാത്രയൊന്നുമല്ല, അതുകൊണ്ട് എന്നെ വിട്ട് പോകണമേ എന്ന് പറഞ്ഞ പത്രോസ് സ്തോത്രം കർത്താവിൻ്റെ മഹിമ കാണേണ്ടും വണ്ണം ഒന്ന് കണ്ടപ്പോൾ, ആ ദൈവ തേജസ് ഒന്ന് കാണേണ്ടും വണ്ണം, അനുഭവിക്കേണ്ടും വണ്ണം ഒന്ന് അനുഭവിച്ചു തുടങ്ങിയപ്പോൾ പറയാണ്, കർത്താവേ നാം ഇവിടെ ഇരിക്കുന്നത് നന്നാണ്. സ്തോത്രം. നമ്മൾ ഇവിടെ നിന്ന് മാറണ്ട അപ്പാ, ഇവിടെ നിന്ന് താഴോട്ടൊന്നും ഇറങ്ങണ്ട, നമുക്കിവിടെ തന്നെ ഇരിക്കാം, എന്നെ വിട്ടു പോകരുതേ. ഇന്ന് രാത്രിയിലും വിളിച്ചു പറയുവാൻ കഴിയുമോ? ഇതിനേക്കാളും ഒരു ആർത്തിയും ഇതിനേക്കാളും ഒരു ആവേശവും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുവാൻ ആമേൻ. നമുക്ക് ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തോടൊന്ന് പറയാമോ? കർത്താവേ എനിക്ക് പ്രാർത്ഥിപ്പാൻ ഒരു ആവേശം തരണമേ, പ്രാർത്ഥിപ്പാൻ ഒരു കൊതി തരണമേ, പ്രാർത്ഥിപ്പാൻ ഒരു ദാഹം തരണമേ, ആരാധിപ്പാൻ ഒരു ആവേശം തരണമേ. എത്ര പേർ ദൈവത്തെ ഒന്ന് ആരാധിക്കുവാൻ ആവേശത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമൊക്കെ പ്രാപിച്ച സമയം നമുക്കറിയാം, അല്ലേ? സ്തോത്രം. ആ സമയത്തൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ ഈ ആരാധന നിർത്താതിരുന്നുവെങ്കിൽ. സ്തോത്രം. ആമേൻ. ഈ ആരാധന നിർത്താതിരുന്നുവെങ്കിൽ. ഞാൻ എൻ്റെ 14-ാമത്തെ വയസ്സിലാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നത്. അന്ന് ഞങ്ങളുടെ സഭയിൽ ഒരു 10-15ഓളം കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെതായ പ്രായത്തിലുള്ളതായ ഞങ്ങളുടെ കൂട്ടുകാരായ നമ്മുടെ പ്രിയപ്പെട്ടവർ. ആ പ്രായത്തിലുള്ള എല്ലാവരുടെ മേലും എന്തുണ്ട്? ആ അഭിഷേകം ഒന്ന് ഇറങ്ങിയപ്പോൾ സ്തോത്രം ഞങ്ങളുടെ മേലെല്ലാവരുടെ മേലും ദൈവത്തിൻ്റെതായ വലിയ ശക്തി ഞങ്ങൾക്ക് പ്രാപിപ്പാനിടയായി. പ്രത്യേകാൽ സ്തോത്രം ഞാനിത് പറഞ്ഞു വന്നത്, സ്തോത്രം ഹല്ലേലൂയ, ആ കാത്തിരിപ്പ് യോഗം എന്നൊക്കെ പറയുമ്പോൾ
അന്നൊരു ഭയങ്കര ആവേശമാ, ഒരു ഉത്സാഹമാ, ഒരു ഉത്സവമായിട്ട് തന്നെയാണ് ഞങ്ങൾ കണ്ടത്. സ്തോത്രം. അന്ന് ആമേ സ്തോത്രം, ഹല്ലേലൂയ. ആരാധന നിർത്തരുതേ എന്നാണ് മനസ്സിൽ പറയുന്നത്, പ്രാർത്ഥന നിർത്തരുതേ, ആമേ പാട്ട് നിർത്തരുതേ എന്നാണ്. ഇത്രത്തോളം സിസ്റ്റം ഒന്നുമില്ല അന്നൊന്നും. ആമേ ആമേ സ്തോത്രം, ഹല്ലേലൂയ. മറ്റ് യാതൊരു തരത്തിലുമുള്ള ഒന്നുമില്ല. ഒരു ബാൻഡടിയും ഒരു പാട്ടും ഒക്കെ തന്നെയാണുള്ളതെങ്കിലും ആമേൻ ആ ദൈവ സാന്നിധ്യം വെളിപ്പെടേണ്ട മണ്ണവും ഒന്ന് വെളിപ്പെട്ട് വന്നപ്പോൾ പറഞ്ഞു, കർത്താവെ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ഇത് നിർത്താതിരുന്നുവെങ്കിൽ എത്ര നല്ലതാണ്. അതുപോലെയാണ് പത്രോസ് പറഞ്ഞത്, കർത്താവെ ഞാൻ കണ്ടു, എൻ്റെ മുൻപിൽ വന്ന ദൈവം ആരെന്ന് ഞാൻ കണ്ടു, എന്നോട് സംസാരിച്ച ദൈവം, ആ തേജസ് ഞാൻ കാണേണ്ട വണ്ണം ഒന്ന് കണ്ടു. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ വിട്ടു പോകരുതേ, ഞങ്ങളെ വിട്ടു പോകരുതേ. ഇന്ന് രാത്രി അങ്ങ് ഇവിടെ തന്നെ ഒന്ന് വസിക്കണം. അങ്ങൊന്ന് പറഞ്ഞാൽ മതി, ഞാനിവിടെ 3 കുടിലുകൾ പോലും ഉണ്ടാക്കി തരാം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, താൻ എന്ത് പറഞ്ഞുവെന്ന് പോലും തനിക്കറിയത്തില്ല. വാർത്താൽ ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ മഹിമ കാണേണ്ട മണ്ണം കണ്ടപ്പോൾ, ദൈവത്തിന്റെ തേജസ് വെളിപ്പെടേണ്ട മണ്ണം, അല്ലെങ്കിൽ ആമേ ഹല്ലേലൂയ കാണേണ്ട മണ്ണം പത്രോസ് ഒന്ന് കണ്ടപ്പോൾ താൻ പറയുകയാണ്, എന്നെ വിട്ടു പോകരുതേ. സ്തോത്രം. വീണ്ടും തീർന്നില്ല. ആമേൻ ഹല്ലേലൂയ. ആ ക്രൂശീകരണമൊക്കെ വന്നപ്പോൾ പത്രോസ് പറയുകയാണ്, കർത്താവേ ആമേ അങ്ങേ അറിയത്തില്ല. ആമേ സ്തോത്രം. നോക്കണമേ, പത്രോസിനോട് യേശു കർത്താവ് പറഞ്ഞു, നീ എന്നെ തള്ളി പറയും. ഇത്രയും ആവേശത്തിൽ നിൽക്കുന്ന പത്രോസ് പറഞ്ഞു, കർത്താവെ ആര് തള്ളി പറഞ്ഞാലും എന്ത് ചെയ്യത്തില്ല, ഞാൻ അങ്ങേ തള്ളി പറയത്തില്ല. പക്ഷെ പത്രോസിനോട് ദൈവം യേശു കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാ, നീ എന്നെ തള്ളി പറയും. സ്തോത്രം. ഇന്ന് രാത്രി നോക്കണമേ, ആമേ സ്തോത്രം, അതുപോലെ സംഭവിച്ചു. സ്തോത്രം. നോക്കണം, ഒരു സാധാരണപ്പെട്ട ബാല്യക്കാരത്തിയുടെ മുൻപിൽ പോലും യേശുവിൻ്റെ കൂടെ ഉള്ളവനല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറയുകയാ, അയ്യോ എനിക്കറിയത്തില്ല, എനിക്ക് യേശുവിനെ അറിയത്തില്ല, ഞാൻ കൂടെ അല്ല ഉള്ളവനല്ലെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രിയിൽ നോക്കണമേ, ഏത് ആമേ സ്തോത്രം ഹല്ലേലൂയ ആമേ രാജകൊട്ടാരത്തിലും ആമേ സ്തോത്രം സഹസ്രാധിപന്മാരുടെ മുൻപിലും വിളിച്ചു നിന്ന് ഒറ്റ സ്വരത്തിൽ വിളിച്ചു പറയുകയാ, അവൻ ജീവിക്കുന്ന ദൈവമാണ്, അവൻ യേശു ക്രിസ്തു മാത്രമാണ് ദൈവം, രക്ഷയുള്ളത് അവനിലൂടെ മാത്രമാണ്. ഒറ്റ പ്രസംഗത്തിൽ തന്നെ 3000-5000 പേരൊക്കെ ആമേ സ്തോത്രം ഹല്ലേലൂയ പത്രോസിന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നുവെങ്കിൽ, അവന്റെ നിഴൽ തട്ടി പോലും രോഗികൾ സൗഖ്യം പ്രാപിച്ചുവെങ്കിൽ, ആ ദൈവശക്തി വെളിപ്പെടേണ്ട മണ്ണം വെളിപ്പെട്ടപ്പോൾ, ആ അഭിഷേകം വെളിപ്പെടേണ്ട മണ്ണം ഒന്ന് വെളിപ്പെട്ട് വന്നപ്പോൾ ഇന്ന് രാത്രി പത്രോസ് ആൾ മാറിയവനെ പോലെയായി. സ്തോത്രം. പത്രോസിനെ കണ്ടപ്പോൾ തന്നെ ദൈവം പറഞ്ഞു, നീ ആമേനാണ് പത്രോസ് ആണെങ്കിലും നീ കേഫായാണ്. ഹല്ലേലൂയ. എന്താണ് പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം? ആടുന്നവനെന്നാണ്, ഉലയുന്നവനെന്നാണ്. ആമേ സ്തോത്രം. ഞാങ്ങണ എന്നൊക്കെയാണ്, ബലമില്ലാത്ത ആമേ എന്നൊക്കെയുള്ള അർത്ഥമാണ്. പക്ഷെങ്കിൽ ദൈവം ആമേ ഹല്ലേലൂയ തന്നെ കണ്ടപ്പോൾ തന്നെ പറയുകയാണ്, നീ ഇനി ഒരിക്കലും പത്രോസ് അല്ല, നീ ആരാണ്? ഉറപ്പുള്ള കേഫായാണ്, പാറ കഷ്ണമാകുന്ന കേഫായാണ്. നീ ആടുന്നവനല്ല, നീ ഉലയുന്നവനല്ല, നീ പ്രശ്നത്തെ കണ്ട് പതിയിരിക്കുന്നവനല്ല. നീ ഇന്നലെ വരെ തലകുനിച്ചവനായിരിക്കുക, ഇന്നലെ വരെ നീ പ്രശ്നത്തിന് മുൻപാകെ മുഖാമുഖമായി നിൽക്കുവാൻ കഴിയാത്തവനായിരിക്കുക. എന്നാൽ ഇന്ന് രാത്രിയിൽ നിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നീ ആള് മാറിയവനാകും, നീ ഉറപ്പുള്ളവനാകും, നീ ശക്തിയുള്ളവനാകും. നിന്റെ മേലും ഈ ദൈവസഭയുടേതായ ഒരു ദൈവ പ്രവൃത്തി നിന്നെ കൊണ്ട് ദൈവം ചെയ്യുമെന്ന് പത്രോസിനെ നോക്കി വിളിച്ചു പറഞ്ഞുവെങ്കിൽ, എന്റെ മുൻപിലായിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ വിളിച്ചപ്പോൾ തന്നെ ദൈവവും ആ പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവും ആ പേര് ചൊല്ലിയാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആടുന്നവൻ എന്നുള്ള അർത്ഥത്തിലല്ല, ഉലയുന്നവൻ എന്നുള്ള അർത്ഥത്തിലല്ല, ഉറപ്പുള്ളവൻ എന്നർത്ഥമാ. ആമേ സ്തോത്രം. ഏറ്റവും ആമേ ശക്തിയുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് ദൈവമായ കർത്താവ് ഇന്ന് രാത്രിയിലും പത്രോസിനെ വിളിപ്പാനിടയായത്. നോക്കണേ സ്തോത്രം. ഈ പ്രതികൂലങ്ങളെ മാറ്റുവാൻ, പ്രതിസന്ധികളെ മാറ്റുവാൻ ആമേ കഴിയുന്നത് ഈ ദൈവശക്തി തൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. നോക്കണം, എടുത്ത് ആമേ പഴയ നിയമത്തിലോട്ട് നമ്മുടെ ശ്രദ്ധയെ നോക്കിയാൽ ആമേ സ്തോത്രം, ദാവീദിന്റെ ജീവിതം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ അറിയാം, ഏറ്റവും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടമാണ്.
സാധാരണ നിലകളിൽ പത്രോസിനെ സ്തോത്രം ദാവീദിന്റെ ജീവിതം നമുക്കറിയാം, എന്നും ശോധനയും എന്നും വേദനയും ഒക്കെയാ. സ്തോത്രം പത്രോസ് ദാവീദിനെ ലോകം കണ്ടത് ഒരാട്ടിടയനായിട്ടാണ്. സ്തോത്രം കുടുംബം കണ്ടത് ഹല്ലേലൂയ ഒരു ഇളയ ചെറുക്കൻ എന്നുള്ള നിലയിലാണ്. പക്ഷേ സാക്ഷാൽ ദൈവം തന്നെ കുറിച്ച് കണ്ടത് എങ്ങനെയാണെന്നറിയാമോ? ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായിട്ടാണ്. സ്തോത്രം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നോക്കണമേ, ഈ ദാവീദിനെ ദൈവം രണ്ട് ശമൂവേലിന്റെ പുസ്തകം 17 അധ്യായങ്ങൾ 18, 19 ഒക്കെ അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ജീവിതത്തിൽ ഇല്ലാത്ത, ഇതുവരെയും വന്നിട്ടില്ലാത്ത ചില പ്രതിസന്ധികളിലൂടെ താൻ കടന്നു പോകുകയാ, ചില പ്രതികൂലങ്ങളിലൂടെ താനതാ കടന്നു പോകുകയാ. സ്തോത്രം ആ ഒരു യാത്ര നമ്മളൊന്ന് നോക്കിയാൽ അറിയാം. സ്തോത്രം എന്തെന്നില്ലാത്ത തൻ്റെതായ മകൻ അബ്ശാലോം മാത്രമല്ല, തൻ്റെ കൂടെയുണ്ടായിരുന്ന സകലരും തനിക്ക് വിരോധമായി തീർന്നു. 15-ാം അധ്യായം 2 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? മതി. നോക്കണേ, എന്ത് വന്നിട്ടും ദാവീദ് എന്താണ്? തല ഉയർത്തി നിന്നവനാ, തല കുനിച്ചിട്ടില്ല. കാരണം അഭിഷേകമുള്ള തല, ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട തലയാണ്. സ്തോത്രം ദാവീദിന്റെ മേലുള്ള അഭിഷേകം. ഞാൻ ഈ ശമൂവേലിന്റെ പുസ്തകം തന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പല ആവൃത്തിയിലും പല തരത്തിലുമുള്ള വ്യക്തികൾ ദാവീദിനെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കിയാൽ അറിയാം. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? പെട്ടെന്നൊന്ന്. 10 മതി. സ്തോത്രം നോക്കണേ, 2 ശമൂവേൽ 2-ാം അധ്യായം 4-ാമത്തെ വാക്യം നോക്കണേ. 2-ാമത്തെ അഭിഷേകം, ഒന്ന് ശമൂവേൽ തന്നെ അഭിഷേകം ചെയ്യുന്നു. 2-ാമത്തെ അഭിഷേകമാണ് യഹൂദ പുരുഷന്മാർ തന്നെ അഭിഷേകം ചെയ്യുകയാ. 3-ാമത്തെ അഭിഷേകം 2 ശമൂവേൽ തന്നെ 5-ന്റെ 3-ാമത്തെ വാക്യം. നോക്കണേ, സ്തോത്രം മൂപ്പന്മാരാൽ അഭിഷേകം ചെയ്തത്. നോക്കണേ, ഒന്ന് സാധാരണ ഒരു അഭിഷേകമല്ല. ഒരു രാജാവായിട്ട്, ഒരു പുരോഹിതനായിട്ട്, ഒരു പ്രവാചകനായിട്ടുള്ള അഭിഷേകമുണ്ട്. സ്തോത്രം ഇത് രാജാവായിട്ട് ശമൂവേൽ പ്രവാചകൻ തന്നെ അഭിഷേകം ചെയ്യുന്നു. സഹോദരങ്ങളാൽ സഹോദരന്മാരുടെ മുൻപിൽ, മാതാപിതാക്കളുടെ മുൻപിൽ അഭിഷേകം ചെയ്യുന്നു. പക്ഷെ തീർന്നില്ല. സ്തോത്രം വീണ്ടും തന്നെ യഹൂദ പുരുഷന്മാർ, ഭക്തിയുള്ള മൂപ്പന്മാരൊക്കെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അഭിഷേകമുള്ള തലയാ. ഒരു തരത്തിലും തല കുനിക്കപ്പെടാൻ കഴിയാത്ത, ആരാലും ഒതുക്കപ്പെടാൻ കഴിയാത്ത ഒരു മനുഷ്യൻ. അത്രമാത്രം പ്രതിസന്ധികളൊക്കെ വന്നിട്ടും പിടിച്ചു നിന്നത് ഇത്രയും വലിയ അഭിഷേകവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ എങ്കിലും ഈ സ്തോത്രം 15-ാമത്തെ അധ്യായം നമ്മൾ വായിച്ച ഭാഗത്തേക്ക് വരുമ്പോൾ പശ്ചാത്തലം നമ്മളൊന്ന് നോക്കിയാൽ അറിയാം. അതുവരെ ഇല്ലാത്ത പ്രതിസന്ധി തന്റെ ജീവിതത്തിൽ കടന്നു വന്നു. തൻ്റെ മകൻ, തൻ്റെതായ കുടുംബം എല്ലാം തനിക്ക് വിരോധമായി തീർന്നില്ല. ഒരു ശിംഹായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ രാവെന്നില്ല പകലെന്നില്ലാതെ തന്നെ എന്ത് ചെയ്യുകയാണ്? ശപിച്ചുകൊണ്ടിരിക്കുകയാ. ദാവീദേ, നീച, കുലപാതക എന്നൊക്കെ പറഞ്ഞ് ആ മനുഷ്യൻ ശപിക്കുന്നുണ്ട്. വീണ്ടും ദാവീദിന്റെ തന്നെ ബ്രെയിനായിരുന്ന, ഇസ്രായേലിന്റെ സകലമാന രഹസ്യങ്ങളും അറിയാവുന്ന യുദ്ധത്തിന്റെ തന്ത്രവീരജ്ഞൻ, സ്തോത്രം ആലോചന പറഞ്ഞു കൊടുക്കുന്ന ആലോചനക്കാരനായ അഗീഥോഫേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ദാവീദിന്റെ ബ്രെയിൻ എന്നാണ് പറയുന്നത്. ആ മനുഷ്യനും കൂടെ എന്ത് ചെയ്തു? അബ്ശാലോമിന്റെ പക്ഷം ചേർന്നു. അപ്പോൾ ദാവീദ് ചിന്തിച്ചു, ഇനി ഞങ്ങൾക്ക് രക്ഷയില്ല, ഇനി എനിക്ക് എന്തില്ല, ഒരു രാജ്യമോ ഒരു ഭരണകൂടമോ അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് തീർന്നു എന്ന് താൻ വിധി എഴുതുവാനിടയായി തീർന്നു. അങ്ങനെ വിധി എഴുതുമ്പോൾ തന്നെ താൻ തലമൂടിയും തല കുനിച്ചും കൊണ്ട് ആ യെരുശലേമിന്റെ ആ മലയൊന്ന് കയറുന്ന രംഗമാണ് നമ്മൾ ഇവിടെ വായിപ്പാനിടയായത്. കൂടെ ഉണ്ടായിരുന്നവന് ജനമൊക്കെയും തലമൂടി കരഞ്ഞുകൊണ്ട് കയറി ചെന്നു. അങ്ങനെ ദാവീദ് ഇതുവരെ ഇല്ലാത്ത ഒരു പ്രതിസന്ധി,
ഇതുവരെ ഇല്ലാത്ത ഒരു ശോധനയുടെ കാലഘട്ടം. നോക്കണമേ, എല്ലാം തീർന്നുപോയി, എല്ലാം അസ്തമിച്ചു പോയി. തൻ്റെ ആലോചനക്കാരനും ശത്രുപക്ഷം നിന്നുപോയി. തൻ്റെതായ അവസാന പീരീഡിൽ രാജ്യമൊന്ന് സുരക്ഷിതമായ ഒരു വ്യക്തിയെ ഏൽപ്പിക്കുവാൻ കഴിയുന്നില്ല. ദൈവഹിതപ്രകാരം ഒരാലയം പണിയുവാൻ, ഒന്ന് കൈമാറ്റം ചെയ്യുവാൻ ആരെയും ഏൽപ്പിക്കാൻ പറ്റാത്ത ഏത് സാഹചര്യമാണ് കർത്താവ്? ഇതെന്താണ് എന്ന് ഉള്ളിൽ ചോദിച്ചുകൊണ്ട് ഞരങ്ങിക്കൊണ്ട് സ്തോത്രം ആ ഒലിവുമലയുടെ കയറ്റം കയറുമ്പോൾ എല്ലാം തീർന്നെന്ന് പറയുന്ന സ്ഥാനത്ത് ദൈവം തനിക്ക് വേണ്ടി ഒരു ചില കരങ്ങളെ ഒരുക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ദൈവം അവിടെ അവൻ അറിയാതെ ചില കരങ്ങളെ ദൈവം ഒരുക്കി. 17-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 2 ശമൂവേൽ 17:28. നോക്കണേ, ഒന്നുമില്ലാതിരിക്കുകയാ. കൂടെയുള്ളവർക്കും തനിക്കും ഭക്ഷിപ്പാനോ കുടിക്കുവാനോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ആ ഭാഗം നിങ്ങൾ ഇന്ന് വീട്ടിലിരുന്നൊന്ന് വായിച്ചു നോക്കണം. ഉണ്ട പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. സ്തോത്രം. എല്ലാം തീർന്നു എന്ന് വിധി എഴുതി. അങ്ങനെയുള്ള ഒരു യാത്രയാ. ജീവനെ പോലും ഭയന്നുകൊണ്ടുള്ള യാത്ര. അതിനകത്ത് കഴിക്കാനോ കുടിക്കാനോ ഒന്നുമില്ല. പക്ഷെങ്കിൽ അങ്ങനെ പോകുമ്പോൾ തന്നെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബർസില്ലായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തനിക്ക് വേണ്ടിയുള്ള സകല സാമഗ്രികളുമായിട്ടതാ ഒലിവുമലയുടെ കയറ്റം ദാവീദും കൂടെയുള്ളവരും കയറുമ്പോൾ തന്നെ തനിക്ക് വേണ്ടിയുള്ള നന്മയുടേതായ വഴികളും ദൈവം അതാ ഒരുക്കി കൊണ്ടുപോകുകയാ. ആരാണ് ഈ ബർസില്ല എന്ന് ചോദിച്ചാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ ഉരുക്ക് മനുഷ്യൻ എന്നാണ്. ബലഹീനനായ ദാവീദിനെ ശക്തിപ്പെടുത്തുവാൻ ദൈവമാക്കിയത് ആരെയെന്ന് ചോദിച്ചാൽ ഒരു ഉരുക്ക് മനുഷ്യനെയാണെങ്കിൽ ഇന്ന് രാത്രിയിലും ബലഹീനരായി ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ, ക്ഷീണിതരായി ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ, അശരണരായി ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ, ദൈവജനമേ, ദൈവമക്കളെ, നിങ്ങൾ തളർന്നു പോകണ്ട, നിങ്ങൾ ക്ഷീണിച്ചു പോകണ്ട, നിങ്ങൾ തീർന്നെന്ന് പറയുവാൻ വരട്ടെ, നിങ്ങൾ പരാജയപ്പെട്ടെന്ന് പറയാൻ വരട്ടെ, നിങ്ങൾ ഇനി ഒരിക്കലും ഉയരത്തില്ലെന്ന് പറയാൻ വരട്ടെ. നിങ്ങൾക്ക് വേണ്ടി ചില വഴികളെ തുറന്നു തരുവാൻ, നിങ്ങൾക്ക് വേണ്ടി ചില വാതിലുകളെ തുറന്നു തരുവാൻ, നിങ്ങൾ അറിയപ്പെടാത്തതായ ചില വാതിലുകളെ ദൈവം നിങ്ങൾക്കായി ഒരുക്കി തരുവാൻ ഈ ദൈവം ശക്തനായ ദൈവമെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് ഇന്ന് രാത്രിയിൽ ശക്തിയോടെ ആ കരങ്ങളെ ചേർത്തടിച്ച് അതരങ്ങളെ തുറന്ന് അല്പസമയം ദൈവത്തെ ഇന്ന് രാത്രിയിൽ ഒന്ന് സ്തുതിച്ചാട്ടെ. ഏത് ആലോചനക്കാരൻ പോയാലും, ഏത് വില്ലാളി പോയാലും, ഏത് യോദ്ധാവ് പോയാലും, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനെങ്കിൽ ഇന്ന് രാത്രിയിൽ മരുഭൂമിയിൽ പട്ടുപോകത്തില്ല, മരുഭൂമിയിൽ തീർന്നു പോകത്തില്ല, വനാന്തരത്തിൽ ഒതുക്കപ്പെടത്തില്ല. നീ ഇന്ന് രാത്രി തല മൂടിക്കെട്ടിയവനായി ഇനി ഇല്ലെന്ന് തീർപ്പ് കൽപ്പിച്ച് യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്നവനെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്നെ ആശ്വസിപ്പിക്കാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ ചില കരങ്ങളെയും ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് സാധാരണ കരമല്ല, അത് തികച്ചും അസാധാരണമായ ചില ഉരുക്ക് മുഷ്ടികളെ തന്നെ ദാവീദേ നിനക്കായി, നിന്റെ കൂടെയുള്ളവർക്കായി, നിന്റെ കുടുംബത്തിനായി ദൈവം ഒരുക്കിയിരിക്കുന്നു പറഞ്ഞാൽ ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, അതിനോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നവർ ശക്തിയോടെ നോക്കണേ പ്രിയരെ, എല്ലാം തീർന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. അവിടെ ഇരുന്നു കൊണ്ട് ദാവീദ് ഒരു പ്രാർത്ഥനയാ. ദൈവമേ, സ്തോത്രം. ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ പെട്ടെന്ന് നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പെട്ടെന്നൊക്കെ പറയില്ലേ, സഡൻലി ആയിട്ടൊക്കെ എന്നൊക്കെ പറയുന്ന പോലെ പ്രതീക്ഷിക്കാത്ത സമയത്ത്
ആമേ പെട്ടെന്ന് നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം. സ്തോത്രം. ഇന്ന് രാത്രിയിൽ സ്പഷ്ടമായ ചില അനുഭവങ്ങൾ നമുക്കൊക്കെ പറയാനുണ്ട്. സ്തോത്രം. സുവിശേഷ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു 8 പേരടങ്ങുന്ന ഒരു ദൈവദാസന്മാർ, സഹോദരങ്ങൾ അടങ്ങുന്ന ഒരു 8 പേരടങ്ങുന്ന ഒരു സംഘം ഒരിക്കൽ ഈ തമിഴ്നാട് കന്യാകുമാരി ജില്ല കഴിഞ്ഞ് കുളച്ചിൽ ജില്ലയിൽ രാവിലെ ഈ ട്രാക്റ്റുമായിട്ട്, തമിഴിലുള്ള ട്രാക്റ്റുമായിട്ടാണ് കടന്നു പോകുന്നത്. അവിടെ ഒരു ഏരിയയിൽ ഇറങ്ങി ഞങ്ങൾ ഈ ട്രാക്റ്റൊക്കെ കൊടുത്ത് കടന്നു പോകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് റോഡിൽ കയറുമ്പോൾ ഞങ്ങളുടെ വാഹനത്തെ 2 പോലീസുകാർ വന്ന് കൈ കാണിച്ചിട്ട് പറഞ്ഞു, അതിൽ നിന്നൊരു പോലീസുകാരൻ നേരെ ഞങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ കയറി ഞങ്ങളിലുള്ള ഒരു പാസ്റ്ററെ അവർ വന്ന 2 വീലറിലും കയറ്റി നേരെ സ്റ്റേഷനിലോട്ടുള്ള റൂട്ട് പറഞ്ഞു തന്നു. സ്റ്റേഷനിലേക്ക് പോകാൻ പറഞ്ഞു. അവിടെ നിന്ന് ഞങ്ങൾ എന്താണ് ഏതാണോ ഒന്നും അറിയുന്നില്ല. തമിഴൊക്കെ അറിയാവുന്ന ദൈവദാസന്മാർ കൂടെയുണ്ട്. അവർ ചോദിച്ചു, സാറേ എന്താണ്? അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് എതിരായിട്ട് ഫോൺ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നിങ്ങളുടെ മേൽ നിങ്ങളെ 8 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുക, വാഹനം ഉൾപ്പെടെ. ഞങ്ങളെ ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞങ്ങളിങ്ങനെ വരിയായി നിർത്തി. സ്തോത്രം. ഞങ്ങളിലുണ്ടായിരുന്ന ട്രാക്റ്റ് ഇതെല്ലാം വണ്ടിയിൽ നിന്ന് പിടിച്ചെടുത്തു. അതെല്ലാം എടുത്തു. ഞങ്ങൾ അന്നാണ് ഈ വയർലെസ് സംവിധാനത്തിലൂടെയൊക്കെ ഈ ശബ്ദം കേൾക്കുന്നത്. എങ്ങനെ കേൾക്കുമെങ്കിലും അവരോട് പറയുന്നതാണ്, പ്രതികളെ കിട്ടിയിട്ടുണ്ട്, തൊണ്ടി മുതൽ ഞങ്ങൾ കണ്ടെടുത്തിരിക്കുന്നു എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറുകയാണ്. സ്തോത്രം. നോക്കണം, ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ സ്തോത്രം അവരിങ്ങനെ ഞങ്ങൾക്കെതിരായിട്ട് ഓരോ FIR-ഉം എഴുതുവാൻ തുടങ്ങി. സ്തോത്രം. നോക്കണേ, മനുഷ്യൻ അവിടെയുള്ളതായ ASI ആണ്, SI എന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, തലപ്പത്തിൽ നിന്നാണ് നിങ്ങൾക്കെതിരായി വിളി വന്നത്. എന്താണെന്ന് അറിയണ്ടേ? ഞങ്ങൾ ഇറങ്ങിയ ഗ്രാമത്തിലുള്ള പ്രിയപ്പെട്ടവർ മതപരിവർത്തനം നടത്താൻ വരുന്നു എന്ന് പറഞ്ഞ് അവര് ഫോൺ ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നത്, പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങളങ്ങനെ ചില മണിക്കൂറുകൾ അങ്ങനെ നിൽക്കുകയാണ്. ഇവരൊന്നും ഞങ്ങളോട് ഒന്ന് സംസാരിക്കുന്നില്ല. ഓരോരുത്തരുടെയും അഡ്രസ്സ് കാര്യങ്ങളെല്ലാം എഴുതുകയാണ്, ഇങ്ങനെ തിട്ടപ്പെടുത്തുകയാണ്. സ്തോത്രം. ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ സ്തോത്രം ഒരു ഇന്നോവ കാറ് പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വന്നു നിന്നു. സ്തോത്രം. അവിടെ നിന്നും ഒരു കോട്ട് സൂട്ടൊക്കെ ഇട്ട ഒരു മനുഷ്യൻ കയ്യിൽ നല്ല ഒരു ഐഫോണൊക്കെ പിടിച്ചുകൊണ്ട് കയറി വരുന്ന ഒരു രംഗം. അന്നൊക്കെ ഈ ടച്ച് ഫോണിൻ്റെ വ്യാപകമായി ഒന്നും തുടങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടം ആണ്. സ്തോത്രം. അപ്പോൾ ഈ ഒരു മനുഷ്യൻ കയറി വരുമ്പോൾ അവിടെ ഇരുന്ന വ്യക്തികളെല്ലാവരും എഴുന്നേറ്റിട്ട്, സാറേ എന്താണ് ഇരിക്കെന്ന് പറഞ്ഞ് കസേര മാറ്റിയിട്ട് കൊടുത്തു. അപ്പോൾ ഈ വന്നതായ ആ വ്യക്തി എന്താണ് കാര്യം അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, എന്താ വന്നതിൻ്റെ ഉദ്ദേശമെന്ന് ASI ചോദിക്കുമ്പോൾ പറഞ്ഞ മറുപടി, ഈ നിൽക്കുന്ന 8 പേരും എൻ്റെ ആൾക്കാരാണ്, ഞാനിവരെ ഇറക്കാനാണ് വന്നിരിക്കുന്നത്. സ്തോത്രം. ഞങ്ങൾക്കറിയത്തില്ല ആരെന്ന്, ഞങ്ങൾ ആരെന്ന് കണ്ടിട്ടില്ല. സ്തോത്രം. അവിടെയുള്ളതായ ഒരു പാസ്റ്റർ, ഏകദേശം 450ഓളം ദൈവദാസന്മാരുടെ ലീഡറായി നിൽക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ മറ്റൊരു യാത്രയുടെ മധ്യത്തിൽ അവിടേക്ക് കടന്നു വരികയാണ്. ഞങ്ങളെ ഇറക്കാനെന്ന് പറയാൻ കാരണം സ്തോത്രം, ഞങ്ങൾ അവിടെ കടന്നു പോകുന്നതും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, അഥവാ അവിടുത്തെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, സെവന്ത് ഡേ ചർച്ചിൽ പോകുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാമോ? ഞങ്ങളെ പിടിച്ചു എന്ന് കണ്ടപ്പോൾ, ഈ FIR ഒക്കെ എഴുതുന്നത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് ഈ ദൈവദാസനെ ഫോൺ ചെയ്ത് വിളിച്ചു, പാസ്റ്ററേ ഒന്ന് അടിയന്തരമായി ഒന്ന് ഇറങ്ങി വന്നേ പറ്റുകയുള്ളൂ. ഇതുപോലത്തെ സ്വത്രം കേരളത്തിലുള്ള മലയാളികളായ 8 പാസ്റ്റർമാരെ 8 പേരെ ഇതാ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇവരെ അകത്താക്കി കഴിഞ്ഞാൽ പുറത്തിറക്കാൻ ചില ദിവസങ്ങളൊക്കെ എടുക്കും. അതുകൊണ്ട് പാസ്റ്റർ വരണം. അപ്പോൾ ആ ദൈവദാസൻ തൻ്റെതായ ടീമിലുള്ളതായ മറ്റൊരു ദൈവദാസനെ വിളിച്ചപ്പോൾ അദ്ദേഹം മറ്റൊരു പ്രാർത്ഥനയിലായിരുന്നു. അതുകൊണ്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്യുകയാ, ആ യാത്രയെ ക്യാൻസൽ ചെയ്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഇവിടെ നിൽക്കുമ്പോൾ പ്രിയരെ, നമുക്ക് വേണ്ടി സ്വർഗ്ഗം ചായ്ഞ്ഞിറങ്ങി വരുമെന്നൊക്കെ ചോദിച്ചാൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ആരും ഒന്നും കണ്ടില്ല. സ്തോത്രം. അവിടെ നിന്നും നടന്ന സംഭവങ്ങളെല്ലാം
ഒരു നാടകം പോലെ നമ്മൾ സങ്കീർത്തനത്തിൽ പറയും, ഒരു സ്വപ്നം കാണുന്നവരെ പോലെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാ. സ്തോത്രം. അവിടെ നിന്നും ഞങ്ങളെ കൊണ്ട് ഈ ദൈവദാസൻ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കോഫിയൊക്കെ ഓർഡർ ചെയ്ത് സ്നാക്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ട്, എന്താ കഴിക്കുന്നോ അപ്പോൾ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് പോയത്, സ്നാക്സ് ഒക്കെ തന്നിട്ട് അവിടെ ഇരുന്ന് വിശദമായി അന്ന് നടന്ന കാര്യങ്ങൾ, ആ മണിക്കൂറിൽ നടന്ന സംഭവങ്ങളെല്ലാം വിശദീകരിച്ച് പറയുവാനിടയായി തീർന്നു. സ്തോത്രം. ഇങ്ങനെ സംഭവങ്ങളാണ് നടന്നത്. ആമേ സാറാണ് എന്നെ വിളിച്ചത്, അദ്ദേഹം ഒരു ശബന്തടക്കാരനാണ്, അതല്ല എങ്കിൽ നിങ്ങളെ അവർ ഒതുക്കുമായിരുന്നു. പക്ഷെ എന്നാൽ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, അഭിഷേകമുള്ള ദൈവമക്കളെ, നമ്മെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല, നമ്മെ ഒതുക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ ദാവീദ് തീർന്നെന്ന് പറഞ്ഞപ്പോൾ, ദാവീദ് പരാജയപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ, ദാവീദിന് വേണ്ടി ഒരു ഉരുക്കു മനുഷ്യനെ തന്നെ ദൈവം ഇറക്കിയെങ്കിൽ ഞങ്ങളുടെ അനുഭവത്തിലാണ് പറയുന്നത്, നമുക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിപ്പാൻ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രിയിലും പ്രിയ ദൈവമക്കളെ, വിടുതലാണോ ആവശ്യം, സൗഖ്യമാണോ ആവശ്യം, ഇന്ന് രാത്രിയിൽ അത് നൽകി തരുവാൻ ഈ ദൈവം മതിയായ ദൈവമാണ്. ഇവിടെ ഒരു നന്മയ്ക്കും കുറവില്ല കേട്ടോ, ഇവിടെ ഒന്നിനും കുറവില്ല, ഇവിടെ സൗഖ്യത്തിന് കുറവില്ല, ഇവിടെ ശക്തിക്ക് കുറവില്ല, ഇവിടെ കരുതലിനും കരുത്തിനും കുറവില്ല, ഇവിടെ എല്ലാറ്റിനും എല്ലാമുണ്ട്. ബലഹീനരാകാം താങ്കൾ, ശക്തരില്ലാത്തവരായിരിക്കാം താങ്കൾ, ഇന്ന് രാത്രിയിലും വിളിച്ചു പറ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഇതിനൊക്കെ മതിയാകുന്നു. അവൻ ഇന്ന് രാത്രിയിൽ ഞാൻ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ എന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി, എന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി, ആ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവ് വർദ്ധിക്കുന്നതാകട്ടെ ഈ ഉപവാസ പ്രാർത്ഥന. ആ വളവൊന്ന് ഉയർത്തുന്നതാകട്ടെ ഈ ഉപവാസ പ്രാർത്ഥനകൾ. അതാണ് ഇന്ന് രാത്രിയിൽ ദൈവദാസനും പറഞ്ഞത്. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും. ഇന്ന് രാത്രി ഭൗതിക നേട്ടങ്ങളെക്കാളുപരി, ഭൗതിക ഉയർച്ചകളെക്കാളുപരി, താൽക്കാലിക നന്മകളെക്കാളുപരി, ഈ ലോകത്തിൽ കാണപ്പെടുന്നതിനേക്കാളുപരി ഇന്ന് രാത്രി വിളിച്ചു പറ, കാണുന്നതെല്ലാം താൽക്കാലികമാ, കാണാത്തതോ അതാണ് നിത്യം. ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയാ, നമുക്ക് ചില കൃപാവരങ്ങളൊക്കെ ദൈവം നൽകി തരാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രിയിൽ അത് പ്രാപിച്ചെടുക്കുവാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? ഇന്ന് രാത്രിയിൽ ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് പങ്കുവയ്ക്കുവാനുണ്ട്, ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്. പക്ഷേ സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ പറയട്ടെ, ഇന്ന് രാത്രിയിൽ തീർന്നെന്ന് പറയുന്നിടത്ത് നമ്മെ ഉയർത്തുന്ന ഒരു അഭിഷേകമുണ്ട്, നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു അഭിഷേകമുണ്ട്, നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരു അഭിഷേകമുണ്ട്. ദാവീദേ, താങ്കളെ നിസ്സാരപ്പെട്ടവരല്ല അഭിഷേകം ചെയ്തത്, സാക്ഷാൽ ദൈവമാണ് താങ്കളെ അഭിഷേകം ചെയ്തതെങ്കിൽ അത് കേവലം ഒരു മനുഷ്യന്റെ മുൻപാകെ അടിവറ വയ്ക്കേണ്ടതല്ല, ഒരു രോഗത്തിന്റെ മുൻപാകെ തലകുനിച്ചു വയ്ക്കേണ്ടതല്ല, ഒരു പ്രതികൂലത്തിന്റെ മുൻപാകെ അവൻ തലകുനിച്ചു നിൽക്കേണ്ടതല്ല, ഒരു സാത്താന്യ ശക്തികളുടെ മുൻപാകെ തലകുനിച്ചു വയ്ക്കേണ്ടതല്ല. ഇന്ന് രാത്രിയിൽ വിളിച്ചു പറ മക്കളെ, അവൻ എന്നെ ശക്തനാക്കുന്ന ദൈവം, എന്നെ ബലപ്പെടുത്തുന്ന ദൈവം, എന്റെ മേലുള്ള വാഗ്ദത്തങ്ങളെ നിറവേറ്റുക ഈ ദൈവം മതിയായ ദൈവമാ. ഒരുപക്ഷെ നിങ്ങൾ സ്വപ്നം കാണുന്ന മേഖലകളിൽ നിങ്ങളുടേതായ സാമ്പത്തികം ഒരുപക്ഷെ എത്തിക്കത്തില്ലായിരിക്കുക, നിങ്ങളുടേതായ കഴിവുകൾ കൊണ്ട് ഒരുപക്ഷെ പറ്റത്തില്ലായിരിക്കുക. പക്ഷേ എങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൽ ആശ വെച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്ത് പോയാൽ ദൈവം നിങ്ങളെ എത്തിക്കേണ്ട ഇടത്ത് അവൻ എത്തിക്കുവാൻ ശക്തനായൊരു ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് രാത്രിയിൽ ഒന്ന് വിശ്വസിക്കുന്നുണ്ട്? എല്ലാവരും ദൈവത്തോടൊന്ന് പറയുവാൻ കഴിയുമോ? എന്നാലും ഹല്ലേലൂയ, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് ഇന്ന് രാത്രിയിൽ പ്രിയ ദൈവമക്കളെ, സ്തോത്രം, നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി, അത് കോട്ടകളെ തകർക്കുന്നതാണ്, അത് ബന്ധനങ്ങളെ തകർക്കുന്നതാണ്, അത് പ്രതികൂലങ്ങളെ മാറ്റുന്നതാണ്. വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്, നമ്മിൽ വ്യാപരിക്കുന്ന
ശക്തി അത് സാധാരണ ശക്തിയല്ല, അത് അസാധാരണ ശക്തിയാൽ നമ്മെയും അസാധാരണ ശക്തിയുള്ളവരാക്കി മാറ്റുന്നതാണ് ഈ ശക്തി. സ്തോത്രം. അഥവാ സാധാരണ തരത്തിലുള്ളതായ ശുശ്രൂഷകൾ, സാധാരണ തരത്തിലുള്ളതായ കൃപകൾ ആ ഒരു തലത്തിലുള്ള ലെവലിലല്ല നാം ക്ഷീണിക്കുന്നവരെ, രോഗികളെ, അശരത്തരായവരെ താങ്ങുവാൻ നമ്മെ കൊണ്ട് കഴിയും. നാം പ്രാർത്ഥിച്ചാൽ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. ബന്ധിക്കപ്പെട്ടവരുടെ ഇടയിൽ നാം ഒന്ന് കടന്നുപോയാൽ അവർ സ്വാതന്ത്ര്യം പ്രാപിക്കും. എത്ര പേർ പറയുന്നുണ്ട്, നിന്റെ നാവിനെ ഒന്ന് ചലിപ്പിക്കുവാൻ തുടങ്ങിയാൽ, നിന്റെ ദൈവത്തിന്റെ കരങ്ങൾ ഒന്ന് ഏൽപ്പിക്കുവാൻ തുടങ്ങിയാൽ നാളുകളായുള്ള വാഗ്ദത്തങ്ങൾ ഇന്ന് രാത്രിയിലും വെളിപ്പെട്ട് വരും. നാളുകളായുള്ള കൃപകൾ, കൃപാവരങ്ങൾ ഇന്ന് രാത്രി ഒന്ന് ജ്വലിപ്പിച്ചു വരും. ചില അടയാളങ്ങൾ ദൈവം നിങ്ങളുടെ മേൽ കാണിച്ചു തരും. ചില അത്ഭുതങ്ങൾ ദൈവം നിങ്ങളുടെ കണ്ണാലെ കാണിച്ചു തരും. എത്ര പേർ പറയുന്നുണ്ട്, അറിയാതെ വരുന്നതായ ഏത് പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും മാറ്റുവാൻ ഈ ദൈവം മതിയായ ദൈവമാണ്. കഴിഞ്ഞ നാളുകളിൽ സഭയ്ക്കെതിരായി എന്തിനേറെ പറയുന്നു, ഈ ദൈവസഭയ്ക്കെതിരായി പോലും വന്നതായ പ്രതികൂലങ്ങളെ മാറ്റിക്കളഞ്ഞ ഒരു ദൈവശക്തിയുണ്ട്. സ്തോത്രം. തകർത്ത് കളയുവാൻ, ഉടച്ചു കളയുവാൻ, ഉന്മൂലനാശം ചെയ്ത് കളയുവാൻ തന്നെ കരുത്തരായി കച്ചകെട്ടി അണകറകളിൽ പ്രവർത്തിച്ച അവരെ കരുക്കുകൾ, അവരുടെ കണികളെ തകർത്ത് കളഞ്ഞ ഒരു ദൈവം ഇന്ന് രാത്രി നിങ്ങൾ സാധാരണപ്പെട്ടവരല്ല. നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തി, അത് അഭിഷേകത്തിന്റെ ശക്തി, അത് ഏറ്റവും ഉയർത്തുന്ന, ബലപ്പെടുത്തുന്ന ശക്തി അത്രേ. ഇന്ന് രാത്രി ഇത് തകർക്കുവാനുള്ളതല്ല, ഇത് ഒതുക്കുവാനുള്ളതല്ല, ഇത് ഉന്മൂലനാശം ചെയ്യുവാനുള്ളതല്ല. പലതരത്തിലുള്ള പ്രതിസന്ധികൾ മാറി മാറി ആഞ്ഞടിച്ചിട്ട് തളരാതെ നിൽക്കുന്ന ദൈവസഭയെ നിങ്ങളെ ഒതുക്കുവാൻ പിശാചിന് കഴിയത്തില്ല കേട്ടോ. സഭയോടുള്ള ദൂതാണ്, നിങ്ങളെ ഒതുക്കുവാൻ പിശാചിന് കഴിയത്തില്ല. പിശാച് ഏത് തരത്തിലുള്ള തന്ത്രങ്ങളുമായി കടന്നു വന്നാൽ അതിനെ ജയിപ്പാൻ ദൈവം നിങ്ങളുടെ മേൽ ശക്തി തന്നിട്ടുണ്ട്. ഓ റികാമാന പ്രൗഢമാന സംധാരകന വൈശമാന വൈഡ പ്രൗഢ വൈഡാരകന അർദ്ധനഘടകം പ്രൗഢപരം ധന വൈഡപരാധന. ശക്തിയോടെ 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 ആ ഒരു പുതിയ കൃപയൊന്ന് ഏറ്റെടുത്താട്ടെ. ആ ഒരു പുതിയ അഭിഷേകത്താൽ, ആ ഒരു പുതിയ ശക്തിയാൽ ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഒന്ന് അല്പസമയം ദൈവത്തെ കുഞ്ഞുങ്ങളെല്ലാവരും ഒന്ന് സ്തോത്രം പറഞ്ഞു തുടങ്ങിയാട്ടെ. ഒന്ന് അഭിഷേകത്തിൽ ഒന്ന് ആരാധിപ്പാൻ, ഒന്ന് ദൈവകൃപയൊന്ന് ഏറ്റെടുപ്പാൻ കുഞ്ഞു മക്കളുകളെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. സ്തോത്രം പറയാൻ അറിയാമല്ലോ, സ്തുതിക്കാൻ അറിയാമല്ലോ. ഒന്ന് സ്തോത്രം പറഞ്ഞു തുടങ്ങിക്കേ. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളുടെ മേലൊന്ന് വ്യാപരിക്കുന്നുണ്ട് ശക്തമായി. ധാരാവാന പ്രൗഢമാന സംധാരകന വൈശമാന വൈഡ പ്രൗഢ വൈഡവരാധന അർദ്ധനഘടകന വൈഡവരംധന വൈഡവരാധന. ഇന്ന് രാത്രിയിൽ എത്തിക്കേണ്ടത് എത്തിക്കുവാൻ, പൗലോസേ നിന്നെ എത്തിക്കേണ്ടത് എത്തിക്കുവാൻ ഇന്ന് രാത്രി മതിയായൊരു ദൈവമുണ്ട്. അതൊരു പക്ഷേ കപ്പൽ തകർന്നാൽ പോലും കൂടെയുള്ളവരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാൽ, കപ്പൽ ഒരു പക്ഷെ തകർന്നാൽ നിന്നെ എത്തിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് അവൻ തന്നെ ചെയ്യ. നീ ആയിരിക്കുന്ന മേഖലയിൽ, നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ, നീ പാർക്കുന്ന മേഖലകളിൽ നീ ഓടേണ്ടി വരത്തില്ല, നീ പരാജയപ്പെടേണ്ടി വരത്തില്ല. യാതൊരു ശക്തിയെയും കണ്ട് നീ ഓടേണ്ടി വരത്തില്ല. നിൽക്കേണ്ട മണ്ണ് ഒന്ന് രാത്രി നിൽപ്പാൻ തുടങ്ങിയാൽ ധാരമാന പ്രൗഢമാന ശൈഡമാന വൈഡരക്ഷ വൈഡമാന. നാം പാർക്കുന്ന ഇടം ഏറ്റവും ബെറ്ററായ ഇടമാ പ്രിയരെ. നാം ഇരിക്കുന്ന ഇടം ഏറ്റവും നല്ല ഇടമാ. നമ്മുടെ ഭവന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഭവനമാ. നമ്മുടെ സഭ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സഭയാ. ഇന്ന് രാത്രിയിൽ വിളിച്ചു പറ, യേശുവിന്റെ നാമത്തിൽ എന്നിലുള്ള പ്രതികൂലങ്ങളെ, എന്നിലുള്ള പ്രതിസന്ധികളെ